നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങൾ ചുമക്കുന്ന നല്ല കർത്താവേ, തുറക്കപ്പെട്ട സ്വർഗത്തിൻ കീഴിൽ വിരിക്കപ്പെട്ട മേഘത്തിൻ കീഴിൽ ചില നിമിഷങ്ങൾ അങ്ങ് ഞങ്ങളെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദി. ഞങ്ങൾ വന്നതല്ല, അങ്ങ് ഞങ്ങളെ കൊണ്ടുവന്നതാണ്. ഞങ്ങൾ നിന്നതല്ല, അങ്ങ് ഞങ്ങളെ നിർത്തിയതാണ്. ഞങ്ങളായതല്ല, അങ്ങ് ഞങ്ങളെ ആക്കിയതാണ്. വെള്ളത്തിൽ മീതെ പരിവച്ചിച്ച ദൈവത്തിൻ്റെ ആത്മാവ് യേശു കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിനായി ഒരിക്കൽ കൂടെ സഭയാം തോട്ടത്തിൽ കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ ചലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വചനം ശോഭിക്കാതെ ഹൃദയ കണ്ണുകൾ കുരുടാക്കുന്ന സകല ഇരുളിൻ്റെ വ്യാപാരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പകരം കർത്താവേ, luminosity of the word of God, let the revelations of the word of God, let it shower on your people of God, because already I declare in your word, I will raise my church and no gates of hell cannot prevail against it. Thank you, Jesus. Let the anointing of God break every yoke, break every shackles and brackets, and build your people for your eternal grace and eternal glory. തിരുസന്നിധി ഞങ്ങളെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. നൽകിയ നല്ല കൂട്ടായ്മയ്ക്ക് നന്ദി, യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കടന്നു വന്നാട്ടെ മത്തായി സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 20 വരെയുള്ള 19 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങൾക്കായി എന്ത് സംസാരിക്കണമെന്ന് ദൈവസന്നിധിയിൽ ജാഗരിക്കുമ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയത്. ദ ഗോസ്പൽ ഓഫ് സെയിന്റ് മാത്യു chapter 16 verses 13 to 19. Gospel of Saint Matthew chapter 16 verses 13 to 19. കിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. നമുക്ക് ഒരുമിച്ച് ശബ്ദം ഉയർത്തി വായിക്കാം. ഒരുമിച്ച് raise your voice and collectively we are going to read it together. Come on. യേശു ഫിലിപ്പിൻ്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് പറഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബർയോനാ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗ്ഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് ഒക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു. സ്തോത്രം. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. So today the short message that we are going to hear, the title of that sermon is, title of this short message is the key holder. The key holder മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഒരു ചുമതലക്കാരനാണ് താക്കോൽ വഹിക്കുന്നത്. ഒരു ചുമതലയുള്ളവനാണ് താക്കോൽ വഹിക്കുന്നത്. കേട്ടവർ ആമേൻ പറഞ്ഞേ. മാഞ്ചസ്റ്ററിൽ മലയാളം ചേർച്ചസ്, മറ്റ് തമിഴ് ചേർച്ചസ്, മസ്റ്റ് ബി ഹിന്ദി ചേർച്ചസ്, പാകിസ്ഥാനി ചേർച്ചസ്, ഓഫ് കോഴ്സ് ഇംഗ്ലീഷ് ചേർച്ചസ്, 10,000-കണക്കിന് വിശ്വാസികളുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ പേരെന്താ? മാഞ്ചസ്റ്റർ പെന്റക്കോസ്റ്റൽ ചേർച്ച്. നിങ്ങൾ ഈ തലമുറയിൽ ഈ പട്ടണത്തിൽ ഒരു ചുമതലയുള്ള ഒരു സഭയാണ്. കീ ഹോൾഡറാണ്, ചുമതല വഹിക്കുന്നവരാണ്, കീ ഹോൾഡറാണ്. അതിന് പല പദങ്ങൾ നമുക്ക് പറയാം. അഭിഷിക്തനായ ദൈവത്തിൻ്റെ ജനം, അഭിഷിക്തരായ ദൈവത്തിൻ്റെ ജനം. സ്തോത്രം. അതെ, ഉണർവിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർ, ചർച്ച് ഗ്രോത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൻ്റെ ശബ്ദമായി നിൽക്കുന്നവർ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവം നമ്മെ മാനിക്കുന്നത് എഡ്യൂക്കേഷൻ കൊണ്ടല്ല, ദൈവം നമ്മെ മാനിക്കുന്ന ഡിഗ്രി കൊണ്ടല്ല, ദൈവം നമ്മെ മാനിക്കുന്നത് ബംഗ്ലാവ് ഹൗസസ് കൊണ്ടല്ല. ബംഗ്ലാവ്, ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ വീടാണ് ബംഗ്ലാവ് എന്ന് പറയുന്നത്, അല്ലേ? സ്തോത്രം. അതെ, ഇങ്ങനെ അല്ലെങ്കിൽ എന്തുവാ പോർഷെ കാറോ അതുപോലെയുള്ള ഏതെങ്കിലും ലക്ഷറിയസ് പ്രീമിയം വണ്ടി കൊണ്ടല്ല. ഇതൊന്നുമല്ല, ഭൗതികം കൊണ്ടല്ല ദൈവം നിങ്ങളെ മാനിക്കുന്നത്. ദൈവം നിങ്ങളെ മാനിക്കുന്നത് തൻ്റെ അഭിഷേകത്താലാണ്. ദൈവം നിങ്ങളെ മാനിക്കുന്നത്. Come on, through the anointing of the Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ അനോയിന്റിങ് കൊണ്ടാണ് ദൈവം നിങ്ങളെ മാനിക്കുന്നത്. Because when the anointing came upon the carpenter became the Messiah. ആശാരിയെ മെസ്സിഹയാക്കി തീർത്തത് ദൈവത്തിൻ്റെ അഭിഷേകമാണ്.
അതുകൊണ്ട് നിങ്ങൾ BSc നേഴ്സായിരിക്കാം, ഡോക്ടറായിരിക്കാം, എൻജിനീയറായിരിക്കാം, IT പ്രൊഫഷണലായിരിക്കാം, ആരായാലും നിങ്ങളെ ദൈവം മാനിക്കുവാൻ വേണ്ടി പോകുന്നത് ദൈവത്തിൻ്റെ So through the anointing of the Holy Spirit, the Lord is going to honor you. So you are not ordinary people. You are the kingdom builders in this generation. You are the responsible people. Like Joshua and Caleb was carrying the part of the fruits from the promised land. You people are going to carry a heavy responsibility. Not the burden of this world, but the heavy responsibility of the kingdom. You are going to carry it for the glory of God, because you are a key holder. And if you are a key holder, meaning if you are an anointed servant of God, the scripture declares there are 5 important fragments or 5 important speciality that will manifest through your life. നിങ്ങൾ യഥാർത്ഥ ഒരു ദൈവത്തിൻ്റെ അഭിഷിക്തനാണെങ്കിൽ, നിങ്ങൾ ദൈവരാജ്യത്തിൽ ചുമതലയുള്ളതായ ഒരു വ്യക്തിയാണെങ്കിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകണം എന്നാണ് വായിച്ച ദൈവവചനത്തിൽ നിന്ന് നമ്മൾ കേട്ടത്. യേശു കർത്താവ് ഫിലിപ്പിൻ്റെ കൈസരിയിൽ ഇറങ്ങി നിൽക്കുകയാണ്. ഈ ഫിലിപ്പിൻ്റെ കൈസരി ഇസ്രായേൽ പോയിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാണ്ട്. ഇസ്രായേൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു അങ്കിളുണ്ട്, സ്തോത്രം, ഒരു സഹോദരിയുണ്ട്. യെസ്, നിങ്ങൾക്കറിയാം തിബരിയാസ് കടൽ അല്ലെങ്കിൽ ഗെനസരത്ത് തടാകം അല്ലെങ്കിൽ ഗലീലക്കടൽ, 3ൻ്റെ പേരൊന്നാണ്. ഗെനസരത്ത് തടാകം, ഗലീലക്കടൽ, അതുപോലെ തിബരിയാസ് കടൽ. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് കർത്താവ് മുക്കുമാർ ശുശ്രൂഷിച്ചത്. 4 പേർ ചുമന്നു കൊണ്ടുവന്ന പക്ഷപാതക്കാരനെ കർത്താവ് സൗഖ്യമാക്കി, ശതാധിപൻ്റെ ദാസനെ സൗഖ്യമാക്കി, പത്രോസിൻ്റെ അമ്മായിമ്മയെ സൗഖ്യമാക്കി. ഇങ്ങനെ വേദപുസ്തകത്തിൽ വായിക്കുന്ന 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഇതെല്ലാം നടന്നത് തിബരിയാസ് കടലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. അപൂർവം ചില സമയത്താണ് ക്രോസ് ഓവർ ചെയ്ത് കിഴക്ക് ഭാഗത്ത് കർത്താവ് കടന്നുപോയത്. കിഴക്ക് ഭാഗത്ത് കർത്താവ് കടന്നുപോയ ഒരവസരമാണ് ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനെ വിടുവിപ്പാൻ വേണ്ടി കർത്താവ് കടന്നുപോയി. ഒരു വിടുതലിന് വേണ്ടി ക്രോസ് ഓവർ ചെയ്ത് നിന്റെ അടുക്കൽ വരുന്നവനാണ് ദൈവം. രണ്ടാമത് കർത്താവ് കടന്നു വരുന്നത് ഒരു നിയോഗത്തിന് വേണ്ടിയാണ് അവന് ക്രോസ് ഓവർ ചെയ്ത് വരുന്നത്. 12 ശിഷ്യന്മാരുമായി കിഴക്കേ കരയിൽ ഒരു ഇൻസ്പിറേഷൻ ഓർ an appointment, divine appointment. He crossed the Sea of Galilee and he came in the other side of the Sea of Galilee. And there's a special place which is called Philippi of Caesarea, Caesarea of Philippi, Caesarea of Philippi. 2 കൈസരിയകൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒന്ന് തീരപ്രദേശത്തുള്ള കൈസരിയ, അവിടെ സ്തോത്രൻ പീലാത്തോസിൻ്റെ ഒരു കൊട്ടാരമൊക്കെയുണ്ട്. ആ കൈസരിയല്ലേ പറയുന്നത്. അതുകൊണ്ടാണ് എടുത്ത മത്തായി പറഞ്ഞിരിക്കുന്നത് ഫിലിപ്പിൻ്റെ കൈസരിയ അല്ലെങ്കിൽ കൈസരിയ എന്നെഴുതിയെങ്കിൽ ചിലപ്പോൾ ആ തീരപ്രദേശത്തുള്ള കൈസരിയ ആയിരിക്കും. എന്നാൽ ഫിലിപ്പിൻ്റെ കൈസരിയയിലേക്ക് യേശു കർത്താവ് കടന്നു വന്നിരിക്കുന്നു. അത് സ്തോത്ര ഹെർമോനിയ മൗണ്ടൻ്റെ, ഹെർമോനിയ പർവ്വതത്തിൻ്റെ താഴ്വരയിലാണ്. അതിൻ്റെ അടുത്ത് നിന്നാണ് യോർദാൻ നദി ഉത്ഭവിക്കുന്നത്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. 1967 സിക്സ് ഡേ വാർ വരെയും അത് സിറിയൻ പ്രദേശമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഇസ്രായേലിൻ്റെ പ്രദേശമാണ്. ഞാൻ പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, നിന്നിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്. സ്തോത്രം. ആ സ്ഥലത്താണ് യേശു കർത്താവ് കടന്നുപോയത്. ഇന്ന് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങളെ നയിക്കുന്നത് ഒരു ക്രിസ്ത്യൻ ഗൈഡോ ഒരു ജൂയിഷ് ഗൈഡോ ആണ് എങ്കിൽ അവർ പറയും ഈ സ്ഥലത്തിൻ്റെ പേരാണ് പാതാളത്തിൻ്റെ വാതിലുകൾ. പാതാളത്തിൻ്റെ വാതിലുകൾ, ഗേറ്റ്സ് ഓഫ് ഹെൽ, ഗേറ്റ്സ് ഓഫ് ഹെൽ. അത് സ്തോത്രം മത്തായി അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഗേറ്റ്സ് ഓഫ് ഹെൽ? വൈ ദ പ്ലേസ് ഈസ് കോൾഡ് ഗേറ്റ്സ് ഓഫ് ഹെൽ? ബിക്കോസ് ഇറ്റ്സ് എ ജംഗ്ഷൻ, ഇറ്റ്സ് എ കോമ്പൗണ്ട് ഓഫ് ഫുൾ ഓഫ് ഐഡൽസ്. അവിടെ ബാബിലോണിയ വിഗ്രഹങ്ങളുണ്ട്, അവിടെ അസീറിയൻ വിഗ്രഹങ്ങളുണ്ട്, അതുപോലെ അവിടെ സ്തോത്രം മറ്റ് ഏതൊക്കെ അന്യാരാധന വിഗ്രഹങ്ങളാണുള്ളത് അത് മുഴുവൻ ആ സ്ഥലത്ത് നിറഞ്ഞിരിക്കുകയാണ്.
എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലാക്കിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്, ഒരു ദൈവത്തിൻ്റെ പേരാണ്. അല്ലെങ്കിൽ സ്തോത്രം ബാലിനെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്തോത്രം ഇതിൻ്റെയൊക്കെ യാഗപീഠങ്ങളും വിഗ്രഹ രൂപങ്ങളും ഒക്കെ അന്ന് യേശു കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്നു. സോ അവിടെ എല്ലാ ദൈവങ്ങൾക്ക് ക്ഷാമമില്ലാതെ എവിടെ നോക്കിയാലും വിഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് തൻ്റെ 12 ബോയ്സുമായി, തൻ്റെ 12 അപ്പോസ്തലന്മാരുമായി കർത്താവ് കടന്നുപോയി. ഓരോരോ ദൈവങ്ങൾക്ക് ഓരോരോ പേരുള്ള സ്ഥലത്ത് യഹൂദ ഗോത്രത്തിൽ സിംഹമാകുന്ന കർത്താവ് ചുറ്റും നോക്കിയിട്ട് യേശു ഒരു ചോദ്യം ചോദിക്കുന്നു. ഒറ്റ ചോദ്യമാണ്, ഒരു ചോദ്യമാണ്. 2 പ്രാവശ്യം ചോദിച്ചു. മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു നിങ്ങൾ? അതെ, മനുഷ്യപുത്രനെ ജനങ്ങൾ ആരെന്ന് പറയുന്നു. ഒരിക്കൽ കൂടെ, മനുഷ്യപുത്രനെ ജനങ്ങൾ ആരെന്ന് പറയുന്നു, നിങ്ങൾ ആരെന്ന് പറയുന്നു. 2 ചോദ്യം. ഒന്നാണ് മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു, അതാരാണ് പറയുന്നത്? ജനങ്ങൾ ആരെന്ന് പറയുന്നു. സ്തോത്രം, നിങ്ങൾ ആർ എന്ന് പറയുന്നു. വേദപുസ്തകം, ബൈബിൾ ഈസ് നോട്ട് ദ ബുക്ക് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇറ്റ്സ് എ ബുക്ക് ഓഫ് ഫുൾ ഓഫ് ആൻസേഴ്സ്. I want to tell you without hesitation or reservation, yes, if you have a question, God already have the answer. Come on, നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാകുന്നതിന് മുൻപേ ഉത്തരമുള്ളവനാണ് ദൈവം. വേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ ചോദ്യമാണ്, ആദാമേ നീ എവിടെ? ആദാമേ നീ എവിടെ? തുടർന്ന് നിങ്ങൾക്ക് പുതിയ നിയമത്തിൽ മാത്രം 309 ചോദ്യങ്ങൾ കാണുവാൻ ഗുണം കഴിയും. കർത്താവ് ചോദ്യങ്ങളുടെ സ്തോത്രം ദൈവമല്ല, അവൻ ഉത്തരങ്ങളുടെ ദൈവമാണ്. ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് കാണുവാൻ ഗുണം കഴിയും. അതൊരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, whom do you say about the Son of Man? സ്തോത്രം, മനുഷ്യപുത്രനെ നിങ്ങൾ ആർ എന്ന് പറയുന്നു. ആൻഡ് ഇഫ് യു ആർ ആൻ അനോയിന്റഡ് സെർവന്റ് ഓഫ് ഗാഡ്, ഇഫ് യു ആർ ആൻ അനോയിന്റഡ് മാൻ ഓഫ് ഗാഡ്, വുമൺ ഓഫ് ഗാഡ്, യെസ്, there are 5 answers they said. 5 answers. 5 കാര്യങ്ങളാണ് സ്തോത്രം യഥാർത്ഥ ഒരു കീ ഹോൾഡർ അല്ലെങ്കിൽ കീ പേഴ്സൺ ഓർ an anointed person. 5 കാര്യങ്ങളാണ് സ്തോത്രം അവിടെ പറഞ്ഞത്. 5 കാര്യങ്ങൾ. എല്ലാവരും പറഞ്ഞാട്ടെ, 5 കാര്യങ്ങൾ. 5 things. 5 എന്നത് കൃപയുടെ സംഖ്യയാണ്. 5 എന്നത് കൃപയുടെ സംഖ്യയാണ്. എന്തുകൊണ്ട് കൃപയുടെ സംഖ്യ എന്ന് പറഞ്ഞു? 5 is the number of grace, because when God created man, within 5 days, first 5 days, God created everything for the man who is going to be created on the 6th day. മനുഷ്യന് ആവശ്യമുള്ള സകല കാര്യങ്ങളും കർത്താവ് ആദ്യത്തെ 5 ദിവസം കൊണ്ടുണ്ടാക്കി. ആദം എഴുന്നേറ്റ് ഫിഷ് കറി ഉണ്ടാക്കിയപ്പോൾ കർത്താവെ കറിവേപ്പില എന്തേ? കറിവേപ്പില, അയ്യോ ആദാമേ ഞാൻ അക്കാര്യം മറന്നുപോയി, ഒന്ന് ഹോൾഡ് ചെയ്യ്, ഞാൻ ഇപ്പം കറിവേപ്പില ഉണ്ടാക്കി തരാം എന്ന് ദൈവം പറഞ്ഞില്ല. മല്ലിയിലയാകട്ടെ, കറിവേപ്പിലയാകട്ടെ, നാരങ്ങയാകട്ടെ, ടൊമാറ്റോ ആകട്ടെ, മനുഷ്യന് ആവശ്യമുള്ളത് മുഴുവൻ ദൈവം സൃഷ്ടിച്ചിട്ട് ഒടുവിലായി മനുഷ്യനെ ഉണ്ടാക്കി. ഞാൻ വളരെ ശക്തമായി പറയുന്നു, ഒന്നിനു വേണ്ടി നീ കാത്തിരിക്കേണ്ട കാര്യമല്ല, നിനക്കുള്ളത് ഓൾറെഡി നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിന്റെ വാഗ്ദത്തങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിന്റെ നന്മകൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ചില പദവികൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. സ്ഥാപനങ്ങൾ നിനക്ക് വേണ്ടി തുറക്കുവാൻ പോകുന്നു. ഈ വർഷത്തിൻ്റെ മധ്യപകുതിയിൽ നിനക്ക് ചോദ്യമുണ്ടെങ്കിൽ ദൈവത്തിന് ഉത്തരമുണ്ട്. എത്രത്തോളം കർത്താവെ കാത്തിരിക്കണം, I prophesy in the name of Jesus, നിന്റെ വെയിറ്റിംഗ് സീസൺ തീരുന്നിരിക്കുന്നു. നിന്റെ കാത്തിരിപ്പുകൾ അവസാനിച്ചിരിക്കുന്നു. മനുഷ്യനാവശ്യമുള്ളത് സകലത ദൈവം സൃഷ്ടിച്ചു. സോ അതുകൊണ്ടാണ് 5 ദിവസം കൊണ്ട് സകലത ദൈവം സൃഷ്ടിച്ചത് കൊണ്ട്, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ്, ഇറ്റ്സ് എ നമ്പർ ഓഫ് ഗ്രേസ്. അതെ, ദൈവത്തിൻ്റെ കൃപയുടെ സംഖ്യയാണ് 5 എന്ന് പറയുന്നത്. മക്കളില്ലാത്തവനായിരുന്നു അബ്രഹാം. ശൂന്യതയാണ് ആ ഏരിയയിൽ, ശൂന്യതയാണ്, മക്കളില്ല. പക്ഷേ ഒരു ദിവസം ദൈവം പറഞ്ഞു, ഉൽപ്പത്തി 15 5 കാര്യങ്ങൾ നീ എൻ്റെ അടുക്കൽ യാഗത്തിന് വേണ്ടി കൊണ്ടുപോവാ. 5 കാര്യത്തെ കൊണ്ടുപോവാ. ഉൽപ്പത്തി 15 5 കാര്യം അബ്രഹാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സാക്രിഫൈസിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ, ആഫ്റ്റർ 5 centuries 5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൊഫറ്റിക് ദൂത് ദൈവം പറയുകയാണ്. 5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള കാര്യം, 5 കാര്യം ദൈവസന്നിധി കൊണ്ടുപോകുമ്പോൾ 5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് പറയുന്നു. 3 million your children are going to come out of Egypt. Not as a beggars they are going to come out, but with the greatest substance they are going to come out.
meaning they are going to be the richest people on the planet Earth. Such a manner, their scenario and situations are going to change. Oh, there is going to be a supernatural process of wealth transfer is about to take place with the immense rich. They are going to come out of Egypt. മനസ്സിലായ മലയാളികൾ ആമേൻ പറഞ്ഞാട്ടെ. വെറും കൈയോടെ ഭിക്ഷക്കാരായിട്ടല്ല അവരെ പുറത്തെടുത്തത്. സ്തോത്രം. മിസ്രൈമിന്റെ ധനത്തെ അവരുടെ കയ്യിൽ കൊടുത്ത് അവർ പുറത്തു വരുന്നു. 5 കാര്യം കൊടുത്തപ്പോഴേക്ക് 5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ള പുറപ്പാടാണ് ദൈവം പറഞ്ഞത്. അർത്ഥം സ്തോത്രം 5 കാര്യം ദൈവത്തിന് വേണ്ടി കൊടുത്തപ്പോൾ അവന്റെ സാഹചര്യം മാറുന്ന ദൂതാണ് ദൈവം കൈമാറിയത്. ഏറ്റവും ഫേമസ് ആയ കാര്യം 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം. 17 വയസ്സ് പ്രായമുള്ള ദാവീദ് സ്തോത്രം അത് ഏലാ താഴ്വരയിൽ ഗോലിയാത്തിനെ എതിരിടുമ്പോൾ 5 stones 5 കല്ലുകളാണ് ദാവീദ് എടുത്തത്. ശ്രദ്ധിക്ക്, 5 കല്ലുകളാണ് ദാവീദ് എടുത്തത്. എന്തുകൊണ്ട് 5 കല്ലുകളെ ദാവീദ് എടുത്തു? 5ന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 5 stones. Why David took 5 stones? Do you know what's the reason? Children, please listen to me. Why David took 5 stones? Because the scripture says Goliath have 4 brothers. The Bible talks about that. Yes, Goliath have 4 brothers. Now only one brother has been manifested. Now he is only one brother. Only one person from that family he came for the battle. The 4 people, they are sitting at their home. But David, the man after God's own heart, he will say, I need the complete victory over that family. ആ വീട്ടിലുള്ള എല്ലാവൻ്റെ മേലും എനിക്ക് ചെയ്യാൻ വേണം. കൃപയുള്ളവൻ പറയട്ടെ. എബിലിറ്റി ഉള്ളവനല്ല, എക്സ്പീരിയൻസ് ഉള്ളവനല്ല, കൃപയുള്ളവൻ പറയട്ടെ. സാധാന്യ മണ്ഡലത്തിലുള്ള സകലത്തിന്മേലെ എനിക്ക് ചെയ്യാനുണ്ട്. സകജഗതര സോ 5ന്റെ പ്രാധാന്യം വലുതാണ്. ഈ മലാഖി മുതൽ മത്തായി വരെ 400 സംവത്സരം നിശബ്ദമാണ്. ഒരിടത്തും ഒരു ചലനമില്ല. ഒരു പ്രവാചകൻ എഴുന്നേൽക്കുന്നതിലുള്ള ദൂതൻ ഇറങ്ങുന്നില്ല. ഒരു പ്രവാചകനുമില്ല, ഒരു ദൂതനുമില്ല. മലാഖി മുതൽ മത്തായി വരെ. പക്ഷേ 5 മണ്ഡപങ്ങളുള്ള ഒരു കുളം ഉണ്ടായിരുന്നു. 5 മണ്ഡപങ്ങളുള്ള ഒരു കുളം. ആ കുളത്തിൻ്റെ പേരാണ് ബെഥസ്ത. ആ ബെഥസ്ത കുളത്തിൽ ദൂതൻ ഇറങ്ങി ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ വെള്ളം കലക്കുന്നു. ദൂത് ഇതാണ്: വേറെ ഒരിടത്തും ചലനമില്ലാതിരിക്കുമ്പോൾ, വേറെ ഒരു സഭയിലും ഒരു മിനിസ്ട്രിയിലും ചലനമില്ലാതിരിക്കുമ്പോൾ നീ പറയും വല്ലപ്പോഴുമല്ല ചലനം. എനിക്ക് 365 ദിവസവും 24 മണിക്കൂറും എൻ്റെ വെള്ളം കലങ്ങിക്കിടക്കുകയാണ്. മാഞ്ചസ്റ്റർ പെൻഡക്കോസ്റ്റൽ ചർച്ച് MPC പറയട്ടെ. ഞങ്ങൾക്ക് ഞായറാഴ്ച മാത്രമല്ല വെള്ളം കലങ്ങുന്നത്. ഞങ്ങൾക്ക് 21 ദിവസം ഉപവാസിക്കുമ്പോൾ മാത്രമല്ല വെള്ളം കലങ്ങുന്നത്. 365 ദിവസം 24 മണിക്കൂറും. കമാൺ 365 ദിവസം 24 മണിക്കൂർ ഞങ്ങളുടെ വെള്ളം കലങ്ങി കിടക്കുകയാണ്. Because there are 5 porches. There are 5 porches in that pool. The pool of Bethesda have the 5 porches. Again, Ephesians chapter 4 verse 11 says there are 5-fold ministry: apostle, prophet, evangelist, shepherd and teachers. There are 5-fold ministry in the body of Christ. So 5 is a significant number in the Holy Scriptures. സോ 5 കാര്യങ്ങളാണ്. യേശു ചോദിച്ചു, നിങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? നാട്ടുകാരാകട്ടെ, ശിഷ്യന്മാരാകട്ടെ, നിങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് സ്തോത്രം ആരെന്ന് യേശു കർത്താവ് ചോദിക്കുമ്പോൾ ഒരു ചോദ്യത്തിന് 5 ഉത്തരമാണ് കിട്ടിയത്. ഒരു ചോദ്യം 5 ഉത്തരം. ഇന്നും ഇതുപോലെ സ്തോത്രം എത്ര അഭിപ്രായമാണ് ഫേസ്ബുക്കിൽ പൊങ്ങുന്നത്, എത്ര അഭിപ്രായ സ്തോത്രം വാട്സപ്പിൽ ഉണ്ടാകുന്നത്, എത്ര കഥകളാണ് സ്തോത്രം നമ്മുടെ ഇടയിലുള്ള അണ്ണന്മാരും ചേച്ചിമാരും ഒക്കെ അത് എഴുതി വിടുന്നത് ആൾക്കാരെക്കുറിച്ച്. ഒരു ചോദ്യം സ്തോത്രം അതിന് 5 ഉത്തരമാണുള്ളത്. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. സ്തോത്രം. പക്ഷേ 5 ഉത്തരം 5 പ്രധാനപ്പെട്ട അഭിഷിക്തൻ്റെ 5 പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റിയാണ് കാണിക്കുന്നത്. നമ്പർ 1, people said he is John the Baptist. People said Jesus Christ. They misunderstood and they said Jesus is John the Baptist. Why they said Jesus is John the Baptist? Because both about John the Baptist and Lord Jesus Christ, both of them, they were preaching the same message.
John the Baptist and Jesus, they are preaching the same message. One more time, John the Baptist and Jesus preaching the same message. What is the message? Kingdom of God. Kingdom of God. They said, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പൻ. മനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പൻ. സോ യോഹന്നാൻ സ്നാപകനാകട്ടെ യേശു കർത്താവാകട്ടെ രണ്ടുപേരും മാനസാന്തരം പറഞ്ഞു. സേ റിപ്പന്റൻസ്. Come on, one more time, repentance. So Yohanan Srinagar, John the Baptist said about repentance or kingdom of God. John the Baptist said the kingdom of God. Jesus Christ, he repeated the same message, kingdom of God. ഹല്ലേലൂയ. അവൻ്റെ രണ്ടുപേരും പ്രസംഗിച്ചത് ഒരേ ദൂതുകളായിരുന്നു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇംഗ്ലീഷ് പറയുന്നത് കൊണ്ട് തണുത്തു പോകല്ലേ, ഞാൻ ഈ പിള്ളേർക്ക് വേണ്ടിയാ സ്തോത്രം അതിങ്ങനെ പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം മനസ്സിലാക്കണമേ. അത് രണ്ടു കൂട്ടരും പറഞ്ഞത് യോഹന്നാൻ സ്നാപകൻ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു, യേശു കർത്താവ് അത് ആവർത്തിച്ചു, അപ്പോസ്തലന്മാർ ആ ദൂത് കണ്ടിന്യൂ ചെയ്തു. ഒരിക്കൽ കൂടെ ദൈവരാജ്യം, ദൈവരാജ്യം എന്ന ദൂത് ആദ്യം പറഞ്ഞത് യോഹന്നാൻ സ്നാപകനാണ്. യേശു കർത്താവ് റിപ്പീറ്റ് ചെയ്തു, അപ്പോസ്തലന്മാർ അത് കണ്ടിന്യൂ ചെയ്തു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ കൃപയാൽ ദൈവരാജ്യം പറയാൻ മറന്നു പോകല്ല. നിങ്ങൾ IPC ആയിരിക്കാം, ചർച്ച് കോഡായിരിക്കാം, ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാം, ഷാരോനായിരിക്കാം, അസംബ്ലീസ് കോഡായിരിക്കാം. പക്ഷേ നിങ്ങൾ ഞാൻ നിൽക്കുന്നത് വല്ലവനും വേണ്ടിയല്ല, വല്ലവർക്കും വേണ്ടിയല്ല, വല്ല സംഘടനയ്ക്ക് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടിയായിരിക്കും നിങ്ങൾ നിൽക്കേണ്ടത്. കഴിഞ്ഞ ഇടയ്ക്ക് 38 വർഷം ഒരു വലിയൊരു പെൻഡക്കോസ്റ്റൽ ചർച്ച് പൊളിറ്റീഷ്യന് വേണ്ടി, വലിയൊരു സാറിന് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ എന്നെ കണ്ടു. 38 വർഷമാണ് ആ സാറിന് വേണ്ടി പുള്ളി പ്രവർത്തിച്ചത്. 38 years തിരുവനന്തപുരം പട്ടണത്തിൽ. എന്നിട്ട് പൊന്നച്ച ആ പുള്ളി എൻ്റെ അടുത്ത് വന്ന് കണ്ണുനീരോടെ പറഞ്ഞു, 38 വർഷം ഞാൻ ആ സാറിന് വേണ്ടി പ്രവർത്തിച്ച് എൻ്റെ ജീവിതം പെരുവഴിയിലായി. നിങ്ങൾ ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പൊന്നോ? മോനെ, നിങ്ങൾ ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു? നിങ്ങൾ ആർക്ക് വേണ്ടി നിൽക്കുന്നു? നിങ്ങൾ മനുഷ്യന് വേണ്ടി നിൽക്കുന്നെങ്കിൽ നിങ്ങൾ പൊളിഞ്ഞു പോകും. നിങ്ങൾ മനുഷ്യന് വേണ്ടി അധ്വാനിക്കുന്നെങ്കിൽ വേസ്റ്റായി പോകും. പക്ഷെ ദൈവത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ പണിയപ്പെടും. മനുഷ്യൻ നിങ്ങളെ ഉപയോഗിക്കും, പേപ്പർ ഗ്ലാസ് പോലെ നിങ്ങൾ വലിച്ചെറിക്കും. പക്ഷെ ദൈവം നിങ്ങളെ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നിങ്ങളെ മാനിക്കും. ദൂത ദൈവരാജ്യമാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്, യേശു കർത്താവ് പറഞ്ഞത്, അപ്പോസ്തല പ്രവൃത്തി തുടർന്ന് അപ്പോസ്തലന്മാർ പറഞ്ഞത് ദൈവരാജ്യമാണ്. ഷൗട്ട് എവരിബഡി, കിങ്ഡം ഓഫ് ഗാഡ്. ദൈവരാജ്യത്തെ പൊളിക്കാൻ ആർക്കും കഴിയത്തില്ല, ദൈവരാജ്യത്തെ തകർക്കാൻ ആർക്കും കഴിയത്തില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, നെപ്പോളിയൻ പണ്ട് വലിയ ചക്രവർത്തിയായി റോമിനെ കീഴടക്കാൻ വേണ്ടി ഓടിച്ചെന്നു. അപ്പോൾ നെപ്പോളിയൻ ചക്രവർത്തി, നെപ്പോളിയൻ ദ ഗ്രേറ്റ്, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന പോലെ കിങ് നെപ്പോളിയൻ, അദ്ദേഹം സ്തോത്രം അത് റോമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്തോത്രം കത്തോലിക്ക പ്രീസ്റ്റും മറ്റു ആൾക്കാരും എല്ലാം പോപ്പിനോട് പറഞ്ഞു, ചർച്ച് ലീഡറാകുന്ന പോപ്പിനോട് പറഞ്ഞു, പോപ്പ് ഇവിടെ നിന്ന് ഓടിപ്പോകണം, കാരണം നെപ്പോളിയൻ വരുന്നുണ്ട്, നെപ്പോളിയൻ വന്ന് നിങ്ങളെ കൊന്നുകളയും. പക്ഷേ പോപ്പ് പറഞ്ഞു, ഞാൻ ഓടത്തില്ല, ഞാൻ ഒരിക്കലും ഓടത്തില്ല. സ്തോത്രം. നെപ്പോളിയൻ വരുന്നു എന്ന് കേട്ടപ്പോഴും പോപ്പ് ഓടിപ്പോയി തൻ്റെ കസേരയിൽ അങ്ങിരുന്നു, കാലിന്മേൽ കാലും എടുത്തു വെച്ചു. അപ്പോൾ നെപ്പോളിയൻ വന്നപ്പോഴേക്കും സ്തോത്രം അതെ പോപ്പ് കാലിന്മേൽ കാലുമെടുത്ത് വെച്ച് സ്തോത്രം തൻ്റെ സിംഹാസനത്തിൽ പോപ്പ് ഇരിക്കുകയാണ്. അപ്പോൾ കിങ് ആകുന്ന രാജാവാകുന്ന നെപ്പോളിയൻ മുമ്പിൽ ആരും ഇരിക്കത്തില്ല, ഈ മനുഷ്യൻ ഇരിക്കുന്നു. അപ്പോൾ സ്തോത്രം ഈ നെപ്പോളിയന് ഭയങ്കര ദേഷ്യം ഉണ്ടായിട്ട് ഉടനെ നെപ്പോളിയൻ ചോദിച്ചു, ഹൗ ഡെയർ യു ക്യാൻ സീറ്റ് ഓൺ യുവർ ത്രോൺ, നിന്റെ കസേരയിൽ എങ്ങനെയാണ് നിനക്ക് ഇരിക്കാൻ തോന്നുന്നത്? അപ്പോൾ പോപ്പ് അതിന് ഇപ്രകാരം സ്തോത്രം റിപ്ലൈ കൊടുത്തു, നീ വന്ന കാര്യം പറ, പിന്നെ എന്തുകൊണ്ട് ഞാൻ ഇരിക്കുന്നതെന്ന് പറയും. നീ വന്ന കാര്യം പറ നെപ്പോളിയനെ, നീ വന്ന കാര്യം പറ, എന്നിട്ട് ഞാൻ എന്തിനിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ നെപ്പോളിയൻ അരിശം കൊണ്ട് വീണ്ടും അലറി വിളിച്ചു, നിന്നെയും കത്തോലിക്ക സഭയെയും അതേ പൊളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, നിന്നെ കൊന്ന് കത്തോലിക്ക സഭ പൊളിക്കാൻ, കത്തോലിസത്തെ തകർക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉടനെ ആ കൊട്ടാരം നടുങ്ങുമാറ് പോപ്പങ്ങ് ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിച്ചു. അപ്പോഴേക്കും നെപ്പോളിയനെ വീണ്ടും അരിശം കൂടിയിട്ട് ചോദിച്ചു, എന്തിനാണ് നീ ഇങ്ങനെ സ്തോത്രം പൊട്ടിച്ചിരിക്കുന്നത്? നീ എന്നെ കണ്ട് എഴുന്നേറ്റിട്ടില്ല, നിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, ഇപ്പോൾ നീ ചിരിക്കുകയും ചെയ്യുന്നു, എന്തുകൊണ്ടാണ് നീ അട്ടഹസിച്ച് ചിരിക്കുന്നത്? അപ്പോൾ പോപ്പ് ചിരി നിർത്തിയിട്ട് പറഞ്ഞു, വെളിയിൽ നിന്ന് വന്നവർ നീ പറയുകയാണ് ദൈവരാജ്യത്തെ പൊളിക്കണമെന്ന്, വെളിയിൽ കിടക്കുന്ന നീ വന്ന് പറയുകയാണ് സ്തോത്രം അതെ ദൈവരാജ്യത്തെ പൊളിക്കണമെന്ന്. ഇതിനകത്തുള്ള കുറേ അച്ഛന്മാര് കന്യാസ്ത്രീമാര് പണ്ടേ ശ്രമിച്ചിട്ട് ഇത് പൊളിയുന്നില്ല. മനസ്സിലാക്കുന്നു? ഇതിനകത്തുള്ള കുറച്ചെണ്ണം ഇതിനെ പൊളിക്കാൻ നോക്കിയിട്ട് കഴിയുന്നില്ല, പിന്നെയല്ലേ വെളിയിലുള്ള നീ വിചാരിച്ചാൽ ഇത് പൊളിയുന്നത്.
പുറത്ത് നല്ല ചൂടായിരുന്നു. വെയിലടിച്ചാൽ കറുത്തുപോകും കുഞ്ഞെ. വെയിലടിക്കാതിരിക്കണമോ? അകത്ത് കയറിയിരിക്കുക. മഴ പെയ്യുമ്പോൾ നനയാതിരിക്കണമോ? അകത്ത് കയറിയിരിക്കുക. ജീവിതം പൊളിയാതിരിക്കണമോ? ദൈവരാജ്യത്തിനകത്ത് കയറിയിരിക്കുക. കമാൺ കമാൺ കമാൺ. ലൈഫ് പൊളിയാതിരിക്കണമോ? ജീവിതം തകരാതിരിക്കണമോ? ഭാവി അടഞ്ഞതാകാതിരിക്കണമോ? ഭാവി ഹല്ലേലൂയ തകർക്കപ്പെടാതിരിക്കണമോ? ദൈവരാജ്യത്തിൽ കയറിയിരിക്കണം. ഇഫ് യു ആർ ബീയിങ് ദ പാർട്ട് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്, none can demolish you, none can break you down, because കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. കേട്ടവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാൽ. സോ ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറഞ്ഞ അതേ മെസ്സേജാണ് യേശു കർത്താവ് ആവർത്തിച്ചു പറഞ്ഞത്. സ്തോത്രം. അതുകൊണ്ട് ജനം പറഞ്ഞു, ഹി ഈസ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്. നമ്പർ 2, രണ്ടാമത് വേറെ ചിലർ പറഞ്ഞു, സ്തോത്രം, ഏലിയാവ് എന്ന് പറഞ്ഞു. ഏലിയാവ് എന്നാണ് പറഞ്ഞത്. വൈ ഏലിയാവ് എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? എലൈജ ഇസ് എ മാൻ ഓഫ് പവർ. എലൈജ, whenever he prayed, the supernatural power of God manifested for the glory of God. 14 അത്ഭുതങ്ങളാണ് ഏലിയാവിൻ്റെ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് വായിപ്പാൻ കഴിയുന്നത്. 14 അത്ഭുതങ്ങൾ. 14 എന്നത് രക്ഷയുടെ സംഖ്യയാണ്. അറിഞ്ഞുകൂടാത്തവർ എഴുതിയെടുക്കണം. 14 എന്നത് രക്ഷയുടെ സംഖ്യയാണ്. 14 എന്നത് സാൽവേഷൻ്റെ സംഖ്യയാണ്. എങ്ങനെ പറയാൻ കഴിയും? നിസ്സാൻ മാസം 14-ാം തീയതിയാണ് യേശു കർത്താവ് ക്രൂശിന്മേൽ മരിച്ചത്. നിസ്സാൻ, നിങ്ങളുടെ കാറിൻ്റെ പേരല്ല ഞാൻ പറഞ്ഞത്. നിസ്സാൻ യഹൂദ കലണ്ടറിൻ്റെ ആദ്യത്തെ മാസത്തിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്. നിസ്സാൻ. നിസ്സാൻ മാസം 14-ാം തീയതിയാണ് പാസ് ഓവർ. 14-ാം തീയതി, നിസ്സാൻ മാസം 14-ാം തീയതിയാണ് കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിന്മേൽ മരിച്ചത്. 14 അത് രക്ഷയുടെ സംഖ്യയാണ്. 14 അത് വിടുതലിൻ്റെ സംഖ്യയാണ്. എലിയാവിൻ്റെ ശുശ്രൂഷയിൽ 14 അത്ഭുതങ്ങളാണ് നടന്നത്. എലിയാവ് എപ്പോഴാണോ പ്രാർത്ഥിച്ചത് അപ്പോഴൊക്കെ അത്ഭുതങ്ങൾ നടന്നു. അതെ, സ്തോത്രം. അത്ഭുതങ്ങൾ കാണാമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. അത്ഭുതങ്ങൾ കാണാം. അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നവർ കാര്യങ്ങളെ ഒന്ന് ഉയർത്തിയാട്ടെ. കമാൻ ഹല്ലേലൂയ. നിങ്ങൾ അത്ഭുതങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവരിലൂടെയാണ് ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലാണ് ദൈവം അത്ഭുതം ചെയ്യുന്നത്. പ്രാർത്ഥിക്കുന്ന സഭയിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതം അത് അത്ഭുതങ്ങളെ കൂമ്പാരമായിരിക്കും. നമ്മുടെ ദൈവം ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. എലിയാ പ്രാർത്ഥിച്ചപ്പോൾ മഴ നിന്നു. എലിയാവ് പ്രാർത്ഥിച്ചു പറഞ്ഞ പ്രാർത്ഥന, ഓഫ് കോഴ്സ് ഞാൻ ചിന്തിക്കുന്നു, അവൻ പ്രാർത്ഥിച്ചു പറഞ്ഞു, ഹിയർ ആഫ്റ്റർ there won't be any dew or rain. അവൻ പറഞ്ഞപ്പോൾ ഒറ്റ സെൻറ്റൻസിൽ മഴ ക്യാൻസലായി. സ്തോത്രം. മഴ സ്റ്റോപ്പായി. ബിക്കോസ് സ്തോത്രം അവൻ പ്രാർത്ഥിച്ചായിരിക്കും പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയട്ടെ, അവൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ നിന്നു. അവൻ പ്രാർത്ഥിച്ചപ്പോൾ സ്തോത്രം. അവൻ്റെ പ്രാർത്ഥന നിമിത്തമായിരിക്കണം കാക്ക വന്നത്. അവൻ്റെ പ്രാർത്ഥന നിമിത്തമായിരിക്കണം കലത്തിലെ മാവ് കുറയാത്തത്, ഭരണിയിലെ എണ്ണ തീർന്നു പോകാത്തത്. അവൻ പ്രാർത്ഥിച്ചപ്പോഴാണ് മരിച്ചു കിടന്ന ആ വിധവയുടെ മകൻ എഴുന്നേറ്റത്. എലിയാ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ സ്തോത്രം അതേ സ്വർഗത്തിൽ നിന്ന് തീ വീണു. എലിയാ പ്രാർത്ഥിച്ചപ്പോൾ സ്തോത്രം വീണ്ടും മഴ പെയ്തു. ആൻഡ് സോ ഓൺ. യേശു കർത്താവിൽ നോക്കുമ്പോൾ ഒരു വശത്തെ പ്രാർത്ഥനയുണ്ട്, മറുവശത്തെ ദൈവത്തിൻ്റെ പവറുണ്ട്. കമാൺ. ഒരു വശത്തെ പ്രാർത്ഥനയുണ്ട്, മറുവശത്തെ പവറുണ്ട്. യേശു കർത്താവ് സ്നാനപ്പെട്ട ഉടനെ തന്നെ അവൻ പ്രാർത്ഥിച്ചു. ബാക്കിയുള്ള എല്ലാവരും ഓടിപ്പോയി വസ്ത്രം മാറി. യേശു കർത്താവ് പ്രാർത്ഥിച്ചു. സ്തോത്രം. യോർദാനിൽ നിന്ന് പ്രാർത്ഥിച്ചു. മരുഭൂമിയിൽ നിന്ന് യേശു കർത്താവ് പ്രാർത്ഥിച്ചു. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. നന്നായി ഇരുട്ടുള്ളപ്പോൾ യേശു പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരുമായി പ്രാർത്ഥിച്ചു. തനിയെ പോയി പ്രാർത്ഥിച്ചു. എളിയന്തമാണ് അതിരാവിലെ കർത്താവ് പ്രാർത്ഥിച്ചു. എന്തിനേറെ പറയുന്നു, ക്രൂശിൽ യേശു പ്രാർത്ഥിച്ചു. അപ്പമെടുത്ത കർത്താവ് പ്രാർത്ഥിച്ചു. സ്തോത്രം. അതെ, നിങ്ങൾ മിണ്ടുന്നില്ല. കമാൻ, നിങ്ങൾ മിണ്ടുന്നില്ല. പോരെങ്കിൽ പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് കഴിഞ്ഞ 2000 വർഷമായി കർത്താവ് പ്രാർത്ഥിച്ചിട്ടിരിക്കുന്നു. യേശു പ്രസംഗിച്ചത് 3.5 വർഷമേ പ്രസംഗിച്ചുള്ളൂ. കേൾക്കണം. Only Jesus preached 3.5 years. Jesus preached only 3.5 years, but last 2000 years continually here interceding, meaning he is praying for us. So the greatest ministry of Jesus is not preaching or healing or delivering or prophesying. The greatest ministry of Lord Jesus Christ is prayer. ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. സോ യേശു ഒരു വശത്ത് പ്രാർത്ഥിച്ചപ്പോൾ മറുവശത്ത് വലിയ ശക്തി വെളിപ്പെട്ടു. പ്രാർത്ഥിക്കുന്ന സഭയിൽ മാത്രമേ ശക്തി വെളിപ്പെടത്തുള്ളൂ. പ്രാർത്ഥിക്കുന്ന സഭയിൽ ആത്മാവ് ചലിക്കും. പ്രാർത്ഥിക്കുന്ന സഭയിൽ രോഗികൾ സൗഖ്യമാകും. പ്രാർത്ഥിക്കുന്ന സഭയിൽ പുതിയ ആത്മാക്കൾ കടന്നു വരും. പ്രാർത്ഥിക്കുന്ന സഭയിൽ ഭൂതങ്ങൾ അലറിമാറും. പ്രാർത്ഥിക്കുന്ന സഭയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കും. പ്രാർത്ഥിക്കുന്ന സഭയിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിവിധ വീര്യപ്രവർത്തികൾ ദൈവകൃപയാൽ വെളിപ്പെടും. യേശു ഇന്ന് പകൽക്കാലം പ്രാർത്ഥനയുടെ പുതപ്പ്, പ്രാർത്ഥനയുടെ മാന്റിൽ
പ്രാർത്ഥനയുടെ പുതപ്പ് ഈ ജനത്തിന്മേൽ ദൈവത്തിന്റെ കൃപയാൽ വീഴുമാറാകട്ടെ. കരങ്ങളെ അടിച്ച് ശബ്ദമുയർത്തി ശക്തിയോടെ ആരാധിച്ച് ഏലിയാവിന്റെ കാലത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നതുപോലെ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഓ സ്തോത്രം. മരിച്ചവന് എഴുന്നേൽക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധനാക്കുന്നു, മുടന്തൻ മാനിനെ പോലെ ചാടുന്നു, ഊമന്റെ നാവ് ഉല്ലസിക്കുന്നു, കുരുട്ട് കണ്ണുകൾ തുറക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ജനം പറഞ്ഞു, ചേടാ ഏലിയാവ് വരുമെന്ന് മലക്കി 4:5 പറയുന്നു. ആൾറെഡി പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഏലിയാവിനെ അയക്കുമെന്ന്. യവനായിരിക്കും ഈ ഏലിയാവ്. ഏലിയാവ് വരുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. യവനായിരിക്കും ഈ ഏലിയാവ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അഭിഷിക്തൻ്റെ രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത് സ്തോത്രം, അതേ മിറക്കിൾസ് ആണ്. പക്ഷെ മനസ്സിലാക്കണം, കണ്ടീഷൻ, പ്രാർത്ഥിക്കുന്നവൻ്റെ മുൻപിൽ മാത്രമേ മിറക്കിൾസ് നടക്കത്തുള്ളൂ. ഒന്ന്, അവൻ പറയുന്നത് ദൈവരാജ്യമായിരിക്കും. അവൻ്റെ ശബ്ദം ദൈവരാജ്യമായിരിക്കും. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ മക്കളെ. സ്തോത്രം. ഒന്ന്, ദൈവരാജ്യമായിരിക്കും. ദൈവരാജ്യത്തിന് വേണ്ടിയായിരിക്കും നിൽക്കുന്നത്, ദൈവരാജ്യത്തിന് വേണ്ടിയായിരിക്കും അധ്വാനിക്കുന്നത്, അവൻ പ്രസംഗിക്കുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയായിരിക്കും. സ്തോത്രം. ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുക, ദൈവരാജ്യത്തിന് വേണ്ടി ഓടുക, ദൈവരാജ്യത്തെക്കുറിച്ച് പറയുക. യേശു കർത്താവ് വീണ്ടും വരുവാൻ വേണ്ടി പോകുന്നു. 1000 ആണ്ട് കർത്താവ് സ്തോത്രം ഈ ലോകത്തിൽ തൻ്റെ രാജ്യം സ്ഥാപിപ്പാൻ വേണ്ടി കടന്നു വരുന്നു. ഒന്നാമത്തെ സൈൻ ദൈവരാജ്യം. നമ്പർ 2, രണ്ടാമത്തെ സൈൻ എന്ന് പറയുന്നത്, നിങ്ങൾ അഭിഷിക്തനെങ്കിൽ നിങ്ങളിലൂടെ അത്ഭുതങ്ങൾ നടന്നിരിക്കും. 5 പോയിന്റ് പറയാനാണ് ഞാൻ വന്നത്. പക്ഷേ പോയിന്റ് തള്ളുന്നതല്ല യേശുവിൻ്റെ ശുശ്രൂഷ. പോയിന്റ് തള്ളുന്നതല്ല യേശുവിൻ്റെ ശുശ്രൂഷ. 5 പോയിന്റ്, 7 പോയിന്റ്, 9 പോയിന്റ് തള്ളുന്നതല്ല യേശുവിൻ്റെ ശുശ്രൂഷ. ഇന്ന് രാവിലെ ആരാണ്ട് പറഞ്ഞു, നിങ്ങളെ ഇന്ന സഹോദരന് ഇഷ്ടമല്ല. അവൻ ഇഷ്ടപ്പെട്ടാലും ശരി, ഇല്ലെങ്കിലും ശരി, കർത്താവിന് ഇഷ്ടപ്പെട്ടു. അതാണ് എൻ്റെ അജണ്ട. അല്ല, അവന് ഇഷ്ടം ശാന്തമായിരുന്ന വചനം പറയുന്നവരെയാണ് അവൻ ഇഷ്ടം. ഒരിക്കൽ കൂടെ പറയാം, അവൻ ഇഷ്ടമാർക്കാണ് ശാന്തമായിരുന്ന പോയിന്റായി വചനം പറയുന്നവനാണ്. വചനം പറയുന്നവനെയാണ് അവൻ ഇഷ്ടമെന്ന്. എൻ്റെ കർത്താവിനെ ഞാൻ നോക്കുമ്പോൾ, യേശുവിൻ്റെ ശുശ്രൂഷ നോക്കിയപ്പോൾ, അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ നോക്കിയപ്പോൾ, സ്തോത്രം, ഗലീലയിലാകട്ടെ, യെരിഹോവിലാകട്ടെ, യെരുശലേമിലാകട്ടെ, അപ്പോസ്തലന്മാരുടെ കാലത്ത് സ്തോത്രം, അതേ അന്തോക്യയിലാകട്ടെ, തെസ്സലോനിക്കയിലാകട്ടെ, ശാന്തമായിരുന്ന പോയിന്റ് തള്ളുന്നവരല്ലായിരുന്നു അവരാരും. ശാന്തമായിരുന്ന 7 പോയിന്റ്, 9 പോയിന്റ് തള്ളുന്നതല്ല യേശുവിൻ്റെ ശുശ്രൂഷ. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ. അവർ എഴുന്നേറ്റുന്നത് ഭൂതമലറി, രോഗങ്ങൾ മാറി, അത്ഭുതങ്ങളാൽ അറിയാങ്ങളാ ദൈവത്തിൻ്റെ വചനത്തെ കർത്താവ് ഉറപ്പിച്ചു. കമാൺ സംഭവിക്കും. മാഞ്ചസ്റ്ററിൽ സംഭവിക്കും, നിന്നിലൂടെ സംഭവിക്കും. പ്രാർത്ഥിക്കുന്ന നിന്നിലൂടെ സംഭവിക്കും. വായു തുറന്ന് ആരാധിക്കും. ദൈവത്തിന്റെ കരം നിന്റെ മേലുണ്ടെങ്കിൽ അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യപ്രവൃത്തികളാൽ ആത്മാക്കളെ തൊട്ട്, ആത്മാക്കളെ വിടുവിച്ച് നീ അഭിഷിക്തനെന്ന് ദൈവം തെളിയിക്കും. അതാണ് രണ്ടാമത്തെ സൈൻ. അതുകൊണ്ടാണ് ജനം തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞത് ഹീസ് എലൈജ, അവൻ സ്തോത്രം ഏലിയാവെന്ന് പറഞ്ഞു. നമ്പർ 3, which is a very very important, is the third point. Thirdly, people said he is Jeremiah. Why they said he is Jeremiah? Why people said Jesus Christ is Jeremiah? Because Jeremiah is a man of tears. He is the prophet of lamentation. സ്തോത്ര, കണ്ണുനീരിൻ്റെ പ്രവാചകനായിരുന്നു യിരെമ്യാവ്. യേശു കർത്താവില്ല കണ്ണുനീര് നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയുക. എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ, ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടുകൂടെ കർത്താവ് തൻ്റെ ഐഹിക ജീവിതകാലം കഴിച്ചു. യേശു കർത്താവിൻ്റെ പ്രാർത്ഥന കണ്ടല്ലോ, ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടെ കർത്താവ് തൻ്റെ സ്തോത്രം ഐഹിക ജീവിതകാലം കഴിച്ചു. നിങ്ങൾ മിണ്ടുന്നില്ല. ഉറച്ച നിലവിളിയോടെ കണ്ണുനീരോടെ കർത്താവ് തൻ്റെ ഐഹിക ജീവിതകാലം കഴിച്ചു. ഹല്ലേലൂയ. പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാറോ? പാഷൻ ഓഫ് ക്രൈസ്റ്റ് കണ്ടിട്ടുള്ളവർ. ഗദശമന തോട്ടത്തിൽ യേശുവിൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കറിയാം. അഡോനായ് നിലവിളിക്കുകയാണ്. അഡോനായ്. യെസ്, സിമിലർ ടു ദാറ്റ്. കർത്താവ് യേശു സ്തോത്രം അതേ നിലവിളിച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ഞാൻ പറയട്ടെ, ദൈവത്തിന് മുൻപിൽ നിലവിളിക്കുന്നവൻ ലോകത്തിന് മുൻപിൽ നിലവിളിക്കത്തില്ല. ദൈവത്തിന് മുൻപിൽ കരയുന്നവൻ മനുഷ്യന്റെ മുൻപിൽ കരയേണ്ട ഗതികേടും വരത്തില്ല. ദൈവത്തിന് മുൻപിൽ നിലവിളിക്കുന്നവൻ ലോകത്തിന് മുൻപിൽ നിലവിളിക്കത്തില്ല. ദൈവത്തിന് മുൻപിൽ കരയുന്നവൻ മനുഷ്യന്റെ മുൻപിൽ കരയേണ്ട ഗതികേട് വരികയില്ല.
യേശുവിൻ നാമത്തിൽ. അതുകൊണ്ട് മനുഷ്യന്റെ മുൻപിൽ കരയുന്നതിനേക്കാൾ ഒത്തിരി നല്ലതാണ് ദൈവത്തിന്റെ മുൻപിൽ കരയുന്നത്. യേശു കർത്താവിന്റെ ജീവിതം എന്ന് പറയുന്നത് he himself was the man of sorrow. യേശു കർത്താവ് സ്തോത്രവൻ വ്യസനപാത്രമായിരുന്നു. സ്തോത്രം. യേശു പ്രവചിക്കുമ്പോൾ, യേശു പ്രസംഗിക്കുമ്പോൾ, യേശു പഠിപ്പിക്കുമ്പോൾ, യേശു സൗഖ്യമാക്കുമ്പോൾ ഒക്കെ യേശുവിന്റെ കണ്ണുകളിൽ നിങ്ങൾക്ക് കണ്ണുനീർ കാണുവാൻ തക്കൊണ്ട് കഴിയും. ഫ്ലാവിയസ് ജോസീഫസ് എന്ന ചരിത്രകാരൻ എഴുതിയതായ ചരിത്രത്തിന്റെ ഭാഗമുണ്ട്. ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്ത ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. സ്തോത്രം. ഫ്ലാവിയസ് ജോസീഫസ് യേശു കർത്താവിനോട് യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കണ്ണിൽ എപ്പോഴും കണ്ണുനീർ നിറഞ്ഞിരുന്നു. ഒരിക്കൽ കൂടെ, യേശുവിന്റെ കണ്ണിൽ എപ്പോഴും കണ്ണുനീർ നിറഞ്ഞിരുന്നു. ആരും സ്തോത്രം പറഞ്ഞില്ല. യേശുവിന്റെ കണ്ണിൽ എപ്പോഴും കണ്ണുനീർ നിറഞ്ഞിരുന്നു. ഹല്ലേലൂയ. യേശു കർത്താവിന് പോപ്പുലാരിറ്റി ഭയങ്കരമായിരുന്നു. അതുകൊണ്ടാണ് ജനം കൂടി വന്നത്. അയ്യോ, ജനക്കൂട്ടത്തിന് അഹങ്കാരമല്ല യേശുവിന്റെ കണ്ണിൽ കാണുവാൻ കഴിയുന്നത്. മിറക്കിളിന്റെ അഹങ്കാരമല്ല യേശുവിനെ കാണുവാൻ കഴിയുന്നത്. യേശുവിന്റെ കണ്ണിൽ എപ്പോഴും ദൈവസന്നിധിയിലുള്ള ദൈവസ്നേഹം നിമിത്തം അവന്റെ കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞിരുന്നു. എൻ്റെ പ്രാർത്ഥന ഇതാണ്, നിങ്ങൾ അഭിഷേകം ചുമക്കുന്ന ഒരു കോൺഗ്രിഗേഷനാണ്, നിങ്ങൾ അഭിഷേകം ചുമക്കുന്ന ഒരു ദൈവത്തിൻ്റെ സഭയാണ് എങ്കിൽ നിങ്ങൾ കോമാളിത്തനമല്ല പറയുന്നത്. പകരം ദൈവകൃപയാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു കണ്ണുനീരിൻ്റെ ജനം എപ്പോഴും കരയുന്ന ദൈവസന്നിധിയിൽ ആത്മാക്കൾക്ക് വേണ്ടി ആത്മാക്കൾക്ക് വേണ്ടി ആത്മാക്കൾക്ക് വേണ്ടി ആത്മാക്കൾക്ക് വേണ്ടി കരയുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ. യേശുവിൽ കണ്ണുനീരുണ്ടായിരുന്നു. ആരെപ്പോലെ? ഇരമ്യാവിനെ പോലെ. ഇരമ്യാവ് 9:1 ഇരമ്യാവ് പറയുന്നു, അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നികതാന്മാർ നിമിത്തം ഞാൻ രാവും പകലും കരയേണ്ടതിന് എൻ്റെ കണ്ണ് വെള്ളവും എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണ് നീരുറവുമായി കൊള്ളാമായിരുന്നു. എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നികതാന്മാർ നിമിത്തം ഞാൻ രാവും പകലും കരയേണ്ടതിന് എൻ്റെ തല വെള്ളവും എൻ്റെ കണ്ണ് നീരുറവുമായി കൊള്ളാമായിരുന്നു. ആർക്ക് വേണ്ടിയാണ് ഇരമ്യാവെ കരയുന്നത്? ജനത്തിന് വേണ്ടിയാണ് കരയുന്നത്. ഒരിക്കൽ കൂടെ, ആർക്ക് വേണ്ടിയാണ് കരയുന്നത്? ജനത്തിന് വേണ്ടിയാണ് കരയുന്നത്. ജനത്തിന് വേണ്ടിയാണ് കരയുന്നത്. നമുക്കുള്ള കുഴപ്പം, ഇന്ന് 95% ആൾക്കാർ തങ്ങൾക്ക് വേണ്ടിയാണ് കരയുന്നത്. അയ്യോ, എനിക്ക് PR കാർഡ് കിട്ടണമേ, എനിക്ക് എൻ്റെ സിറ്റിസൺഷിപ്പ് ശരിയാക്കണമേ, എൻ്റെ ജോലി ഉറയ്ക്കണമേ, എനിക്ക് ആ സ്ഥാപനത്തിൽ അത് കിട്ടണമേ, എനിക്ക് അത് വേണമേ, ഇത് വേണമേ എന്ന് പറഞ്ഞ് സ്വന്തമായി കരയുന്ന സെൽഫിഷ് പീപ്പിൾ അല്ല ഗോഡ്. ഈ ജനം, ദൈവജനം സെൽഫിഷ് അല്ല. യഥാർത്ഥ അഭിഷിക്തൻ സെൽഫിഷ് അല്ല. യഥാർത്ഥ അഭിഷിക്തർ സെൽഫിഷ് അല്ല. എന്തെനിക്ക് കിട്ടും എന്ന് പറയുന്നതല്ല ശുശ്രൂഷ, എന്ത് ജനത്തിന് പ്രാപിച്ച് നൽകാം എന്ന് പറയുന്നതാണ് ശുശ്രൂഷ. സകല സെൽഫിഷ് സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവസഭയിൽ നിന്ന് വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. ഇരമ്യാവ് കരഞ്ഞത് തനിക്ക് വേണ്ടിയല്ല, തൻ്റെ മക്കൾക്ക് വേണ്ടിയല്ല, തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടിയല്ല ഇരമ്യാവ് കരഞ്ഞത്, തനിക്കും തൻ്റെ മക്കൾക്ക് വേണ്ടിയല്ല കരഞ്ഞത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, കർത്താവ് എന്നോട് പറഞ്ഞത്, നീ എൻ്റെ കാര്യം നോക്കി എൻ്റെ സഭയുടെ കാര്യം നോക്കുമ്പോൾ ഞാൻ നിൻ്റെ കാര്യം നോക്കും. ഒരിക്കൽ കൂടെ പറയാം. ഹല്ലേലൂയ. നീ, കർത്താവ് പറഞ്ഞു, നീ എൻ്റെ കാര്യമോ എൻ്റെ ജനത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ ഞാൻ നിൻ്റെ കാര്യം നോക്ക്. ഞാൻ നിന്റെ കാര്യം നോക്ക്. ഇൻ ജീസസ് നെയിം. എന്നാണോ ഞാൻ ആറ്റിറ്റ്യൂഡിലായി തീർന്നത്, ദൈവകൃപയാൽ ഐശ്വര്യമായി ദൈവം എൻ്റെ കാര്യം നോക്കുന്നു. മനസ്സിലാക്കുന്നു? ആമേൻ പറഞ്ഞാട്ടെ. അയ്യോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നികതാന്മാർ നിമിത്തം ഞാൻ കരയേണ്ടതിന് എൻ്റെ തലവെള്ളവും എൻ്റെ കണ്ണ് നീരൂറുമായെങ്കിൽ കൊള്ളാമായിരുന്നു. സ്തോത്രം. അഭിഷേകത്തിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത, സ്തോത്രം, അവൻ ദൈവത്തിൻ്റെ മുൻപിൽ കരയുന്നവനായിരുന്നു. ചരിത്രത്തിൻ്റെ ഏടുകൾ നിങ്ങൾ നോക്കിയാൽ ദൈവം ഉപയോഗിച്ച സകല ദൈവത്തിൻ്റെ ദാസന്മാരും അവർ സർക്കസ് കമ്പനിയിൽ നടക്കുന്ന കോമാളികളെ പോലെ അതേ രസം പറഞ്ഞ്, കോമാളിത്തനം പറഞ്ഞ്, സ്തോത്രം, കോമഡി പറഞ്ഞ് നടക്കുന്നവരല്ല. പകരം അവർ ദൈവത്തിൻ്റെ മുൻപിൽ കരയുന്നവരായിരുന്നു. ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഏത് ഉണർവ് നിങ്ങൾ നോക്കിയാലും ദൈവം ഉപയോഗിച്ച സകല അഭിഷിക്തന്മാരും അവർ കോമാളികളായി ജീവിച്ചവരല്ല, അവർ കോമഡിയല്ല പറഞ്ഞത്, അവർ ദൈവത്തിന് മുൻപിൽ കരഞ്ഞവരായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ട നേരമായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, ദൈവകൃപയാൽ ഏതോ ഒരു ദൈവദാസൻ വരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ഓടിക്കൂടിയിരിക്കുന്നെങ്കിൽ എൻ്റെ പ്രാർത്ഥന, കർത്താവ് ഈ ജനത്തിൻ്റെ ഹൃദയത്തെ ഒന്ന് തൊടണമേ, ഈ ജനത്തിൻ്റെ ഹൃദയത്തെ ഒന്ന് തൊടണമേ. യെസ് 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 യെസ്. ഈ ജനത്തിൻ്റെ ഹൃദയത്തെ തൊട്ട് കഠിന ഹൃദയം ഞങ്ങൾക്ക് അത് മാറി. കഠിന ഹൃദയം, ഈ ചേർച്ചിൻ്റെ കഠിന ഹൃദയം മാറി. യെസ്, കഠിന ഹൃദയം മാറി. ഒരു കണ്ണുനീരിൻ്റെ അനുഭവം എല്ലാ സഹോദരന്മാരിൽ, പിതാക്കന്മാരിൽ, സഹോദരിമാരിൽ, മാതാക്കളിൽ ഒരു തകർന്ന ഹൃദയം നീ തരണമേ. തകർന്ന ഹൃദയം തരണമേ.
തകർന്ന ഹൃദയം തകരണമേ, തകർന്ന ഹൃദയം തകരണമേ, തകർന്ന ഹൃദയം തരണമേ. കാരണം ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സമീപസ്ഥന്. ഹൃദയം നുറുങ്ങിയവർക്ക് $1,000,000 അല്ലെങ്കിൽ £1,000,000 ബാങ്കിൽ കിടക്കുന്നവർക്കല്ല ദൈവം സമീപസ്ഥൻ. വലിയ വീട്ടിലും വലിയ കാറിലും സഞ്ചരിക്കുന്നവർക്കല്ല ദൈവം സമീപസ്ഥൻ. ഹൃദയം തകരുമ്പോൾ ആ റൂമിൽ നീ ഒറ്റയ്ക്കല്ല. ഹൃദയം തകരുമ്പോൾ ആ സ്ഥലത്തെ നീ ഒറ്റയ്ക്കല്ല. ഇമ്മാനുവേൽ നിന്റെ അടുക്കൽ ഇറങ്ങി നിൽക്കുകയാണ്. കഴിയുമെങ്കിൽ 2 കരങ്ങളെ ഉയർത്തി 2 മിനിറ്റ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആര് കുനിഞ്ഞിരിക്കാതെ 2 കരങ്ങൾ എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം നിങ്ങളുടെ 2 കരങ്ങളെ ഉയർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞാട്ടെ, മേക്ക് മീ എ ബ്രോക്കൺ ഹാർട്ട് പേഴ്സൺ. അങ്ങയുടെ സന്നിധിയിലൂടെ തകർന്ന ഹൃദയം എനിക്ക് തരണമേ. ചോദിക്ക്. അങ്ങയുടെ സന്നിധിയിൽ എനിക്കൊരു തകർന്ന ഹൃദയം തരണമേ. അങ്ങയുടെ സന്നിധിയിൽ എനിക്കൊരു തകർന്ന ഹൃദയം തരണമേ. ചോദിക്ക്, നിലവിളിക്ക്. Come on. അങ്ങയുടെ സന്നിധി ഏറ്റവും പിൻപിലിരിക്കുന്നവർ പറയട്ടെ, ഏറ്റവും പിൻപിലിരിക്കുന്ന നിലവിളിച്ച് പറയട്ടെ, അങ്ങയുടെ സന്നിധിയിൽ ഒരു തകർന്ന ഹൃദയം തരണമേ. മാഞ്ചസ്റ്ററിന് വേണ്ടി കരയുവാൻ, UK വേണ്ടി കരയുവാൻ ഒരു തകർന്ന ഹൃദയം അവിടുന്ന് തരണമേ. ജനത്തിന് വേണ്ടി കരയുവാൻ, ആത്മാക്കൾക്ക് വേണ്ടി കരയുവാൻ ഒരു തകർന്ന ഹൃദയം നീ എനിക്ക് തരണമേ. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്ന്. എല്ലാവരും നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്ന്. കരങ്ങൾ ഉയർത്തി. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നു. മോചനം വീണ്ടും ജനനവും നിജഭാവി എന്നിൽ വർഷിപ്പാൻ നിന്റെ ആത്മാവിൻ്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും. മോചനം വീണ്ടും ജനനവും ശബ്ദമുയർത്തി നിജഭാവി എന്നിൽ വർഷിപ്പാൻ നിന്റെ ആത്മാവിൻ്റെ ദാനവും നീ തന്നു സ്വർഗാനുഗ്രഹങ്ങളും. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നു. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നു. One more time. നിൻ മഹാ സ്തുതിച്ചിടും എന്നു. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടും എന്നു. Thank you Jesus, thank you Jesus. Come on. Thank you Jesus. Raise your voice. Thank you Jesus. Come on, everyone. Thank you Jesus. Thank you Jesus. Thank you Jesus.
Jesus, from the bottom of your heart. Jesus, thank you, Jesus. Oh, thank you, Jesus. Thank you, Jesus. Thank you, Jesus. Ah, hallelujah. Ah, hallelujah. Louder, everyone. Ah, hallelujah. Ah, hallelujah. Hallelujah. കരങ്ങൾ ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. Come on, come on, come on, come on. Holy, 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 Lord God Almighty. Then heaven and earth is full of the glory. Come on, louder. Holy, 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 Lord God Almighty. Heaven and earth is full of the glory. Say, come on, yes, yes, yes. The Lord is touching you. പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നു, പരിശുദ്ധാത്മാവ് നിന്നെ തൊടുന്നു. Receive the touch. ഹൃദയങ്ങൾ തൊടട്ടെ, ഹൃദയങ്ങൾ സ്പർശിക്കപ്പെടട്ടെ, ഹൃദയങ്ങൾ സ്പർശിക്കപ്പെടട്ടെ. കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ, കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ, കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ. പ്രൊഫഷണൽ പ്രാർത്ഥനയല്ല, സാധാ പ്രാർത്ഥനയല്ല, നോട്ട് ഓർഡിനറി പ്രേയേഴ്സ്. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ, കണ്ണുനീരോടെ പ്രാർത്ഥിപ്പാൻ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ. ആത്മാക്കള ഭാരം, ആത്മാക്കള ഭാരം, ആത്മാക്കള ഭാരം, ആത്മാക്കള ഭാരം, ആത്മാക്കള ഭാരം. ദേശത്തിന്റെ ഭാരം, ദേശത്തിന്റെ ഭാരം, ദേശത്തിന്റെ ഭാരം, ദേശത്തിന്റെ ഭാരം. യേശുവേ, ആത്മാക്കളെ തരണമേ, ആത്മാക്കളെ തരണമേ, ആത്മാക്കളെ തരണേ. നിലവിളിക്ക്, നിലവിളിക്ക്, നിലവിളിക്ക്. ആത്മാക്കളെ തരണേ. ഇത്രയും നാൾ എനിക്കായി മാത്രം കരഞ്ഞെങ്കിൽ ജനത്തിന് വേണ്ടി കരയട്ടെ, ജനത്തിന് വേണ്ടി കരയട്ടെ. പ്രാർത്ഥനയുടെ യാചനയുടെ ആത്മാവ്, the prayer of supplication, the prayer of supplication, പ്രാർത്ഥനയുടെ യാചനയുടെ ആത്മാവ്. receive that. Mantunaramasse Jibadara Baudiana Madahara Baucham Zedakadara Baudi Dibikadara Bausha Amsanjana Gandhara Baudiam Drojakadara Baudiana Mediam De. Come on, come on, come on. Shatana Baudia Brahma Sajandheri Amdala Baudiam Drojakadara Baudiana Sagajadi Gudari Gadari Gajadi Gudari Gadari Gajadi Gude. Oh, Rashamdala Baudiam Drojakadara Baudiana Mediam Dara Basya Baudiana Mediam Dara Bajadi Gache. പ്രാപിക്ക പ്രാപിക്ക. ഒരു പുതപ്പ് നിന്റെ മേൽ വീഴുന്നു, ഒരു പുതപ്പ് നിന്റെ മേൽ വീഴുന്നു. ഏറ്റെടുക്ക്, ഒരു പുതപ്പ് നിന്റെ മേൽ വീഴുന്നു. മാൻറ്റിൽ, മാൻറ്റിൽ, മാൻറ്റിൽ. The heavenly mantle is covering you now. The heavenly mantle is covering you now.
prophetically. God is winning you. Don't miss this opportunity. Don't miss this opportunity. The heavens already opened for you. Angels are coming down. Angels are coming down. God's angels are working in our midst. ദൈവാത്മാവ് തൊടുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകട്ടെ. ദൈവാത്മാവിൽ സ്പർശിക്കപ്പെടുന്നവർ കണ്ണുകൾ നിറഞ്ഞൊഴുകട്ടെ. ഏൽപ്പിക്ക്. ദൈവാത്മാവിൽ തൊടുന്നവർ, ദൈവാത്മാവിനാൽ സ്പർശിക്കപ്പെടുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകട്ടെ. Sow him with the tears, reap him with the joy. Sow him with the tears, reap him with the joy. Sow him with the tears, reap him with the joy. രാത്രി മുതൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. രാത്രി മുതൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. അത് രാവിലെ എഴുന്നേറ്റ് കുറുപ്രാവ് കുറുകുന്നത് പോലെ കുറുകി കണ്ണുനീരോടിക്ക് പ്രാർത്ഥിക്കട്ടെ. ഉച്ച സമയത്ത് പ്രാർത്ഥിക്കട്ടെ. രാവിലെ ഉള്ള യാമങ്ങളിൽ പ്രാർത്ഥിക്കട്ടെ. ഉച്ചയ്ക്ക് ശേഷം പ്രാർത്ഥിക്കട്ടെ കണ്ണുനീരോടെ. വൈകിട്ട് സൂര്യൻ അസ്തമിക്കുമ്പോൾ അസ്തമയമില്ലാത്ത നീതി സൂര്യന്റെ മുൻപിൽ കണ്ണുനീരോടിക്ക് പ്രാർത്ഥിക്കട്ടെ. അർദ്ധരാത്രിയിൽ കണ്ണുനീരോടിക്ക് പ്രാർത്ഥിക്കട്ടെ. ദൈവരാജ്യം, ദൈവശക്തി, കർത്താവിന്റെ മുൻപിൽ പൊഴിക്കുന്ന കണ്ണുനീർ, Kingdom of God, the power of God, and the tears. These are the first three characters of a key holder, a key person. Fourthly, the Bible says, one of the prophets. People said, the common people said, he is one of the prophet. അവൻ പ്രവാചകന്മാരിൽ ഒരുവൻ. What's the meaning of that? അവൻ പ്രവാചകന്മാരിൽ ഒരുവൻ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ ഓരോ ഏടുകളിൽ പ്രവാചകന്മാരെ ദൈവം ഉപയോഗിച്ചു. അർത്ഥം ഞാൻ ഇങ്ങനെ പറയട്ടെ, പിതാക്കന്മാരെ ദൈവം ഉപയോഗിച്ചു. ആ പിതാക്കന്മാരെ ഉപയോഗിച്ച അതേ ദൈവം ഇതാ യേശുവിനെ ഉപയോഗിക്കുക കണ്ടപ്പോ അവർ പറഞ്ഞു, സ്തോത്രം, പിതാക്കന്മാരുടെ ദൈവത്തിന് ആത്മാവ് അവന്റെ മേലുണ്ട്.
യേശുവിന്റെ നാമത്തിൽ എൻ്റെ പിൻപിലും മുൻപിലും ഇരിക്കുന്ന സഹോദരങ്ങൾ നോക്കി പറയട്ടെ, പിതാക്കന്മാരെ ഉപയോഗിച്ചതുപോലെ അതിനേക്കാൾ ശ്രേഷ്ഠമായി ഈ തലമുറയിൽ ദൈവം നിങ്ങളെ ഉപയോഗിപ്പാൻ വേണ്ടി പോകുന്നു. പിതാക്കന്മാരുടെ ദൈവം, മാതാക്കളുടെ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്ന God of the fathers, God of the mother, God, one who used our forefathers in the previous generation, He is going to use you greatly, gloriously and powerfully. Amen. Say amen. Yes, God of the fathers, God of the fathers, God of the fathers. The father Moses, he died, but the anointing came to next generation on Joshua. The father Elijah, he has been taken up in heaven, and Elisha torn his coat and he cried out, my father, the chariots and the horses of Israel. The father has been taken up, but the mantle came down. എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളുമായുള്ളവരെ എന്ന് അതേ തൻ്റെ ഹൃദയത്തെ തകർക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ വസ്ത്രത്തെ കീറി ഹൃദയം തകർന്ന് എലിശ നിലവിളിക്കുമ്പോ സ്തോത്രം, ഏരിയാവ് എടുത്തുകൊള്ളപ്പെട്ടു. പക്ഷെ പുതപ്പ് ആർക്കും വേണ്ടേ? പുതപ്പ് എലിശയുടെ മേൽ കടന്നു വന്നു. സഭയെ പുതപ്പുണ്ട്. പൗലോസ് രക്തസാക്ഷിയായി പക്ഷേ പുതപ്പ് തീമോഥെയോസിന്റെ മേൽ കടന്നു വന്നു. മോശ മരിച്ചു, പക്ഷേ പുതപ്പ് യോശുവയുടെ മേൽ കടന്നു വന്നു. കേൾക്കുന്നവർ ആമേൻ പറ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. Come on. ഇന്നും പുതപ്പുണ്ട്. UK-യിൽ ഇന്നും പുതപ്പുണ്ട്. UK-യുടെ അന്തരീക്ഷത്തിൽ നിന്ന് പുതപ്പ് കിടക്കുക. UK-യുടെ അന്തരീക്ഷത്തിൽ നിന്ന് പുതപ്പ് കിടക്കുക. വില്യം കേറിയുടെ ദൈവം, ഹഡ്സൺ ടൈലറുടെ ദൈവം, ഡേവിഡ് ലിവിൻസ്റ്റന്റെ ദൈവം, സ്മിത്ത് വിഗിൾസ്വർത്തിന്റെ ദൈവം, UK-യുടെ അന്തരീക്ഷത്തിൽ പുതപ്പ് കിടപ്പുണ്ട്. ശബ്ദമുയർത്തി. UK-യുടെ അന്തരീക്ഷത്തിൽ പുതപ്പുണ്ട്. UK-യിൽ ദൈവത്തിന്റെ കൃപ, പിതാക്കന്മാരുടെ പുതപ്പുണ്ട്. ആരാണോ സാക്രിഫൈസ്, പിതാക്കന്മാരുടെ സാക്രിഫൈസിൽ നിൽക്കുന്നത്, അവർക്ക് മാത്രമേ ആ പുതപ്പ് കിട്ടത്തുള്ളൂ. The people, those who are living in the self-sacrifice, they are the ones are going to be covered under the mantle of the Holy Spirit. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിച്ച എല്ലാവർക്കും അറിയാം. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിരുന്നു സ്തോത്രം, എത്രയോ ഡെക്കേഡ്സ്, എത്രയോ വർഷങ്ങൾ താൻ ഒരു നേരെ ഭക്ഷണം കഴിക്കത്തുള്ളൂ. ഒറ്റ നേരെ ഭക്ഷണം കഴിക്കത്തുള്ളൂ. അതും രാത്രി മീറ്റിങ്ങിന് കഴിഞ്ഞിട്ടേ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിച്ച് ഭക്ഷണം കഴിക്കത്തുള്ളൂ. ഒറ്റ നേരത്തെ ഭക്ഷണം. ചിലർ ജീവിക്കുന്നത് കഴിക്കാനാണ്. എന്നാൽ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിച്ച് ഭക്ഷണം കഴിച്ചത് ജീവിക്കാനാണ്. ഹല്ലേലൂയ. ഒരു ദിവസം ഒരു പുതിയ റീജിയനിൽ താൻ ഒരു മീറ്റിങ്ങിന് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ അവർ താൻ നല്ല ചോറിനെ സ്തോത്രം പ്രിപ്പയർ ചെയ്ത് വെച്ച്, നല്ല ചോറ്, നല്ല വെളുത്ത നല്ല ചോറ് മാത്രമല്ല, നല്ല റെഡ് കളർ ഫിഷ് കറി, നല്ല മാർക്കറ്റിൽ കിട്ടുന്ന ബെസ്റ്റ് ഫിഷ്, കേരളത്തിന്റെ കൊടംപുളിയിട്ട ഉറങ്ങിയിരുന്ന ആരാണ്ട് കണ്ടു പറഞ്ഞു ഇതിപ്പോഴാണ്. കേരളത്തിന്റെ ബെസ്റ്റ് മാർക്കറ്റിൽ കിട്ടുന്നതായ ഫിഷ്, കൊടംപുളിയിട്ട നല്ല റെഡ് കളർ ഫിഷ് കറി, സ്തോത്രം, അതെ പ്രിപ്പയർ ചെയ്ത് വെച്ചു. അപ്പൊ ഈ ഉപദേശിയുടെ ഡെഡിക്കേഷൻ ഒന്നും ഈ പുതിയ റീജൻ ആയതുകൊണ്ട് ആർക്കും അറിയത്തില്ല. ഉപദേശി ഒത്തിരി കിലോമീറ്റർ നടന്ന് ക്ഷീണിച്ച നല്ല വെയിലത്ത് ചെന്ന് കയറുന്ന നല്ല ഗൂജയിൽ വെള്ളം കൊടുത്തു. ഈനോ ഗൂജ, എത്ര പേർക്ക് ഗൂജ അറിയാം? അടുത്തിരിക്കുന്ന കൊച്ചിന്റെ പേരല്ല ഞാൻ പറഞ്ഞത്. ഗൂജ, നല്ല തണുത്ത പോട്ട്, വാട്ടർ പോട്ട്, that is guja. മക്കളെ, വാട്ടർ പോട്ട്. If you preserve the water in that guja, in that water pot, it was almost like when you keep the water in the refrigerator, it will become very cold. So ഉപദേശി വേർത്തിങ്ങനെ കടന്നു കല്ലുപിടിക്കും ഗൂജയിൽ വെള്ളം കൊടുത്തു.
സ്തോത്രം. പുള്ളി നന്നായിട്ട് അങ്ങ് വെള്ളം കുടിച്ചു. വെള്ളം കുടിക്കുന്ന ആ ഭയങ്കര ആവേശം കണ്ടിട്ട്, ആ ദാഹം കണ്ടിട്ട് അവർ ചെന്ന ഒരു പാത്രത്തിൽ നോറെ അങ്ങ് ചോറും, സ്തോത്രം, ആ വലിയ മീനിൻ്റെ കഷണവും അതിങ്ങനെ അതിൻ്റെ പുറത്തെല്ലാം നല്ല കറിയും ഒക്കെ വിളമ്പി, സ്തോത്രം, മീനിനെ ആ മീനിൻ്റെ ചാറിൽ ബാപ്റ്റൈസ് ചെയ്ത്, ഒരിക്കൽ കൂടെ മീനിൻ്റെ ചാറിൽ ബാപ്റ്റൈസ് ചെയ്ത് ദേവദാസന്റെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ച് ആ കൂജ മാറ്റി വെള്ളം കൂടി മാറ്റി നോക്കിയപ്പോൾ ചോറും മീൻകറി ഇരിക്കുക. അപ്പോൾ അവർക്കറിയത്തില്ല ഉദ്ദേശിച്ച് രാത്രി മീറ്റിംഗ് കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ളൂ എന്ന്. അപ്പോൾ കൂജ മാറ്റിയപ്പോൾ സ്തോത്രം അവർ പറഞ്ഞു, ഉദ്ദേശിച്ച് കഴിച്ചാട്ടെ. അപ്പോൾ പുള്ളി ചോദിച്ചു, ഇതാർക്കാ? അത് ഉപദേശിക്കുക, കഴിച്ചാട്ടെ. അപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് വേണ്ട, ഉപദേശിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തതാ, കഴിച്ചാട്ടെ. അപ്പോൾ പുള്ളി പറഞ്ഞു, നോ, എനിക്ക് വേണ്ട. അപ്പോൾ സാത്താൻ പറഞ്ഞു, സാരമില്ല. സാത്താൻ പറഞ്ഞു, നീ ഒരു നേരെ ഭക്ഷണം കഴിക്കത്തുള്ളൂ എന്ന് എവർക്കറിയത്തില്ല, ഇന്നത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യ്. പുള്ളിയുടെ ശബ്ദം കടുത്തു. പുള്ളി പറഞ്ഞു, വേണ്ട, ഞാൻ കഴിക്കത്തില്ല. ഉടനെ അവർ വീണ്ടും പറഞ്ഞു, കഴിച്ചാട്ടെ. നമ്മുടെ ചർച്ച അങ്ങനെയുള്ള ചിലതുണ്ട്. ഇവിടെയല്ല, തിരുവനന്തപുരത്ത്. ഞാൻ ഇറ്റലി പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ 4-5 അമ്മച്ചുമാർ നിന്ന് മാഞ്ച എന്ന് പറഞ്ഞാൽ തിന്ന് എന്നാ പറയുന്നേ. മാഞ്ച. തിരുവനന്തപുരത്ത് വന്നപ്പോൾ അവിടെ ചിലതെണ്ണം ഉണ്ട്, മാഞ്ച തിന്ന്. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ രക്തത്താൽ ചെയ്യും. ബാക്കി ഞാൻ പിന്നെ പറയും, അടുത്ത പിന്നെ എപ്പോഴെങ്കിലും പറയാം. പക്ഷെ ഉപദേശി അവരുടെ പറഞ്ഞു, എനിക്ക് വേണ്ട, എടുത്തോണ്ട് പോ. ഷൗട്ട് ചെയ്തു, വഴക്കുണ്ടാക്കി, എടുത്തോട്ട് പോ. ആ ചോറും ആ ഫിഷ് കറിയും എടുത്തിട്ട് പോയപ്പോ ആ ഉപദേശി ചോടി എഴുന്നേറ്റ് പെരുവിരലിൽ നിന്ന് വട്ടം കറങ്ങി, ഹല്ലേലൂയ, സാത്താൻ തോറ്റു, യേശു ജയിച്ചു. ഏതോ അമ്മാമ്മ എന്നെ തുറിച്ചു നോക്കിയിട്ട് ചോദിക്കുന്ന, എന്തോ ഉണ്ടായി ദേവദാസനെ? ഞാൻ ഉണ്ടാക്കി വെച്ചതായ ഫിഷ് കറിയും ആ ആഹാരം കഴിക്കാതെ എടുത്തിട്ട് അയാൾ എന്തോ ഉണ്ടാക്കി. ഞാൻ പറയട്ടെ, ഏഷ്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ പുള്ളിയാണ് ഉണ്ടാക്കിയത്. ഏഷ്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ, അതിൻ്റെ പേരാണ് മാരാമൻ കൺവെൻഷൻ. കേട്ടിട്ടുണ്ടോ? ഏഷ്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ ആയിരുന്നു മാരാമൻ കൺവെൻഷൻ. ചൈന കൺവെൻഷൻ അല്ല, കൊറിയൻ കൺവെൻഷൻ അല്ല, പടവലങ്ങ പോലെയുള്ള നമ്മളെ കൊച്ചു കേരളത്തിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ്റെ മഹത്വം ഇറക്കി നിർത്തിയത്. പിതാക്കന്മാരുടെ പുതപ്പ്. സാധു കൊച്ചുപദേശം മരിച്ചു, പക്ഷെ പുതപ്പ് പോയിട്ടില്ല. ശബ്ദം ഉയർത്തി, സെൽഫ് സാക്രിഫൈസ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ പറയട്ടെ, പുതപ്പ് കിട്ടുന്നത് അപ്പുറത്തെ തുണിക്കടയിലല്ല. പുതപ്പ് കിട്ടുന്നത് സെമിനാരിയിലുമല്ല, ജീവിതത്തിന്റെ യോർദാനിലാണ് പുതപ്പ് കിട്ടുന്നത്. ഇൻ ജീസസ് നെയിം. പിതാക്കന്മാരെ ഉപയോഗിച്ച ദൈവം, മാതാക്കളെ ഉപയോഗിച്ച ദൈവം നിന്നെ ഉപയോഗിപ്പാൻ ആഗ്രഹിക്കുന്നു. കൈയടിക്കുന്ന ശക്തിയോടെ കരങ്ങളടിച്ച് ദൈവരാജ്യം, ദൈവശക്തി, കണ്ണുനീരിന്റെ അനുഭവം, തലമുറകളുടേതായ അഭിഷേകം. അർത്ഥം തലമുറകളുടേതായ അഭിഷേകം. 5-ാമതായി സ്തോത്രം, നാട്ടുകാർ 4 കാര്യം പറഞ്ഞ്, നീ യോഹന്നാൻ സ്നാപകനാണ്, നീ ഏലിയാവാണ്, യിരെമ്യാവാണ്, പിതാക്കന്മാരിൽ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുത്തനാണ്. പക്ഷേ അകന്ന് നിൽക്കുന്നവർക്ക് യേശു ആരെന്ന് അറിയത്തില്ല. അടുത്ത് നിന്ന് ഒരു പത്രോസ് പറഞ്ഞു, അമ്മ പറഞ്ഞ മുഴുവൻ തെറ്റാ, നാട്ടുകാർ പറയുന്നത് പോലെയല്ല, നിന്നെ എനിക്കറിയാം. അവർക്കറിയത്തില്ല, അകന്ന് നിൽക്കുന്നവർക്കറിയത്തില്ല, നിന്നെ എനിക്കറിയാം. യു ആർ ദ സൺ ഓഫ് ദ ലിവിങ് ഗാഡ്. വളരെ ശ്രദ്ധിക്കുക. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ നിർത്തി, 5 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തി. സ്തോത്രം. യു ആർ ദ സൺ ഓഫ് ദ ലിവിങ് ഗാഡ്. ജനത്തിന് അറിയത്തില്ല, എനിക്കറിയാം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ. സഹോദരന്മാരെ, യേശു കർത്താവ് ചുമന്നതായ ആ പ്രസംഗത്തിൻ്റെ ചാതുര്യം, അല്ലെങ്കിൽ യേശു കർത്താവ് ചെയ്തതായ ശുശ്രൂഷ അടുത്ത പുസ്തകത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് ചെയ്തു.
കേക്ക്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങളിൽ യേശു പ്രസംഗിച്ചു. തൊട്ടടുത്ത പുസ്തകമായ അപ്പോസ്തല പ്രവൃത്തിയിൽ പത്രോസ് പ്രസംഗിച്ചു. എന്തുകൊണ്ട്? സ്തോത്രം. യേശു ചെയ്ത ശുശ്രൂഷ അതേപോലെ പത്രോസിൽ വെളിപ്പെട്ട് പത്രോസ് എഴുന്നേറ്റ് എന്ന് പ്രസംഗിച്ചു. റീസൺ ഏതാണ്? യേശു ആരെന്ന് പത്രോസിന് അറിയാം. യേശു ആരെന്ന് പത്രോസിനെ അറിയാം. യേശു ആരെന്ന് അറിഞ്ഞവൻ മാത്രമാണ്, ഇതാണ് പോയിന്റ്, യേശു ആരെന്ന് അറിഞ്ഞവനിലേക്കാണ് യേശുവിൻ്റെ പുതപ്പ് കൈമാറിയത്. മനസ്സിലായോ? യേശു ആരെന്ന് അറിഞ്ഞവനാണ് സ്തോത്രം യേശുവിൻ്റെ പുതപ്പ് കൈമാറിയത്. അർത്ഥം, യേശു കർത്താവ് ചെയ്തതായ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്തത് അറിയാത്തവർക്ക് ആ പുതപ്പ് ചുമക്കാൻ കഴിയത്തില്ല. ഇന്നും ഇന്ത്യയിലെ 19 സംസ്ഥാനങ്ങളിൽ, ലോക രാജ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത്, എവിടെയാണ് ഒരു സീനിയർ ദൈവദാസനുള്ളത്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ നടന്ന് അദ്ദേഹത്തോട് കൂടെയായിരുന്ന് അദ്ദേഹത്തെ അറിയുന്നവർക്ക് മാത്രമേ അദ്ദേഹം ചുമക്കുന്നതായ പുതപ്പിനെ ചുമക്കുവാൻ കഴിയത്തുള്ളൂ. ആരോട് പറയാൻ മലയാളി മാനസാന്തരപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവത്തിൻ്റെ ദാസന്റെ കൂടെ നടന്ന്, ഒരു ദൈവദാസന്റെ കൂടെ ഇരുന്ന് അദ്ദേഹത്തെ അറിയുന്നവർക്ക് മാത്രമേ ആ പുതപ്പിനെ ചുമക്കാൻ തക്കണം കഴിയത്തുള്ളൂ. നമുക്കുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, എനിക്ക് മനുഷ്യനെ വേണ്ട, ദൈവദാസനെ വേണ്ട, എനിക്ക് ദൈവത്തെ മതി. നോ. ഈ ഭൂമിയിൽ ദൈവം വെച്ചിരിക്കുന്ന ചില ദൈവിക നിയമങ്ങളുണ്ട്. മോശ ദൈവത്തിൻ്റെ ദാസനാകുന്നതിന് മുൻപ്, ഒരിക്കൽ കൂടെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ട് കാണാതെ പഠിക്കുക. മോശ ദൈവത്തിൻ്റെ ദാസനാകുന്നതിന് മുമ്പ്, യോശുവ ദൈവത്തിൻ്റെ ദാസനാകുന്നതിന് മുൻപ് അവൻ ആദ്യം മോശയുടെ ദാസനായിരുന്നു. മിണ്ടത്തില്ല. യോശുവ ദൈവത്തിൻ്റെ ദാസനാകുന്നതിന് മുൻപ് സീനിയർ പാസ്റ്റർ മോശയുടെ ദാസൻ ആയിരുന്നു. അഗൈൻ സെക്കൻഡ് എക്സാമ്പിൾ, ഏലീശ ദൈവത്തിൻ്റെ ദാസനാകുന്നതിന് മുൻപ് അവൻ ഏലിയാവിൻ്റെ ദാസൻ ആയിരുന്നു. നീ പ്ലാറ്റ്ഫോമിൽ കയറുന്നതിന് മുൻപ്, നീ മൈക്ക് പിടിക്കുന്നതിന് മുൻപ്, നിനക്ക് മൈക്ക് കിട്ടുന്നതിന് മുൻപ്, നിനക്ക് പ്ലാറ്റ്ഫോം വരുന്നതിന് മുൻപ്, നിന്റെ പാസ്റ്റർക്ക് അധികം അനുഗ്രഹമായിരിക്കുക. എൻ്റെ ബൈബിൾ പറയുന്നു, ശാഫാത്തിന്റെ മകനാകുന്ന ഏലീശ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചു എന്ന്. സ്തോത്രം. ശാഫാത്തിന്റെ മകനാകുന്ന ഏലീശ ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ചു എന്ന്. എല്ലാ ദൈവമക്കളും വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നാട്ടെ. ഞാൻ നിർത്തി. ശാഫാത്തിന്റെ മകനാകുന്ന ഏലീശ ഏലിയാവിൻ്റെ കൈക്ക് തിളച്ച വെള്ളമല്ല ഒഴിച്ചത്. ഓ കമാൻ. ശാഫാത്തിന്റെ മകനാകുന്ന ഏലീശ ഏലിയാവിൻ്റെ കൈക്ക് തിളച്ച വെള്ളമല്ല ഒഴിച്ചത്, പകരം തണുത്ത വെള്ളമാണ് ഒഴിച്ചത്. നിന്റെ പാസ്റ്റർക്ക് നീ ഒരു തണുപ്പായിരിക്കുമ്പോൾ മാത്രമാണ് നിനക്ക് ദൈവകൃപയാൽ പുതപ്പ് ചുമക്കാൻ കഴിയുന്നത്. കമോൺ, 2 മിനിറ്റ് ശബ്ദം ഉയർത്തി ദൈവജനം ആരാധിച്ച്. ബർത്തലോമായിക്ക് അറിയത്തില്ല, അന്ത്രയോസ് പറഞ്ഞില്ല, യാക്കോബ് പറഞ്ഞില്ല, യോഹന്നാൻ പറഞ്ഞില്ല. പക്ഷേ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു. സ്തോത്രം. അത് ഇൻഫർമേഷൻ അല്ല, അതൊരു റെവലേഷൻ ആണ്. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, അതൊരു റെവലേഷൻ ആണ്. പറഞ്ഞാട്ടെ, അതൊരു വെളിപ്പാടാണ്. ഇറ്റ്സ് എ റെവലേഷൻ. പറ അടുത്തിരിക്കുന്ന 2 പേരെ തൊട്ട് പറ, മക്കളെ, ഇത്രയും വിരോധമുണ്ടോ? അടുത്തിരിക്കുന്നവരോട് ഇത്രയും വിരോധമുണ്ടോ? അടുത്തിരിക്കുന്നവരോട് ഇത്രയും കയ്പുണ്ടോ? അടുത്തിരിക്കുന്നവരോട് ഇത്രയും പകയുണ്ടോ? കയ്പും പകയും വിരോധമൊന്നും ഇല്ലാത്ത അതേ എല്ലാവരും അടുത്തിരിക്കുന്ന 2 പേരെ തൊട്ട് പറ, അതൊരു വെളിപ്പാടാണ്. അതൊരു വെളിപ്പാടാണ്. ഈ ചർച്ചിൽ മുഴങ്ങേണ്ടത് ഇൻഫർമേഷൻ അല്ല, റെവലേഷൻ ആണ്. ഈ ചർച്ചിൽ മുഴങ്ങേണ്ടത് ഇൻഫർമേഷൻ അല്ല, അതെ, റെവലേഷൻ ആണ്. ഈ ചർച്ചിൽ മുഴങ്ങേണ്ടത് ഇൻഫർമേഷൻ അല്ല. ഇൻഫർമേഷൻ അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അതൊരു റെവലേഷൻ ആണ്. You are going to be the man of revelation. You are going to be the people of revelation. You are going to be the woman of revelation. ഒത്തിരി പേർ പ്രസംഗിക്കുന്നവരുണ്ടായിരിക്കും. അവർ പ്രസംഗിക്കുക ഗൂഗിളിൽ നിന്ന് കാണാതെ പഠിച്ച് യൂട്യൂബിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് അവർ പറയുന്ന ഇൻഫർമേഷൻ ആകുമ്പോൾ യേശുവിന്റെ നാമത്തിൽ മാഞ്ചസ്റ്ററിൽ നീ വാ തുറന്ന് പറയുന്നത് റെവലേഷൻ ആകട്ടെ. Oh, come on. Revelation ആകട്ടെ. നിന്റെ ശബ്ദം റെവലേഷൻ്റെതാകട്ടെ. റെവലേഷന്റെ ശബ്ദം ഉയരട്ടെ.
Come on, revelation ജനത്തെ പണിവാൻ പോകുന്നു. റെവലേഷൻ കുടുംബങ്ങളെ പണിവാൻ പോകുന്നു. ദൈവസഭയെ, ദൈവത്തിന്റെ ജനത്തെ അതേ റെവലേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇന്ന് എൻ്റെ മുൻപിലിരിക്കുന്ന 10 മടങ്ങ് ജനക്കൂട്ടം ദൈവത്തെ സത്യത്തിന് ആത്മാവിനെ ആരാധിപ്പാൻ പോകുകയാണ്. Come on, come on, come on. ശബ്ദം ഉയർത്തി തെക്കേ വടക്കേ കിഴക്കേ പടിഞ്ഞാറ് ജനത്തെ വിട്ടുതരിക, ജനത്തെ വിട്ടുതരിക. റെവലേഷൻ, റെവലേഷൻ, റെവലേഷൻ ഉള്ളിടത്ത് ജനം കൂടും. റെവലേഷൻ ഉള്ളത് ജനം കൂടും. സ്തോത്രം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കയില്ല. ഞാൻ നിർത്തി. ലാസ്റ്റ് പോയിന്റ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കയില്ല. The gates of hell cannot prevail against it. പാതാള ഗോപുരം എന്നറിയപ്പെടുന്നതായ ഫിലിപ്പിയുടെ കൈസരയിൽ ഇറങ്ങിച്ചെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്ന പാതാള ഗോപുരം ജയിക്കയില്ല. The gates of hell, gates of hell. ഈ ഗേറ്റിൽ വെച്ചാണ് പഴയ നിയമത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ചത്. ഗേറ്റിൽ വെച്ചാണ് പഴയ നിയമത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ചത്. ഒറ്റ എക്സാമ്പിൾ പറയാം, വീട്ടിൽ പോയി വായിച്ചു നോക്ക്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ശിംശോൻ, സ്തോത്രം, ഒരു സ്ഥലത്ത് വന്നു. ശിംശോൻ ഒരു സ്ഥലത്ത് വന്നപ്പോൾ ഫെലിസ്ത്യന്മാർ അവനെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ട്, സ്തോത്രം, അതെ, അവരെ ഗേറ്റിൽ വെച്ച് നിങ്ങൾ മിണ്ടുന്നില്ല, അവരെ ഗേറ്റിൽ വെച്ച് തീരുമാനിച്ചു നാളെ ഇവനെ കൊല്ലാം. അവരെ ഗേറ്റിലാണ് മൂപ്പന്മാർ തീരുമാനിക്കുന്നത്. അവരെ കമ്മിറ്റിയും കൗൺസിലും ഒക്കെ തീരുമാനിക്കുന്ന ഗേറ്റിൽ വെച്ചാണ്. ഗേറ്റിൽ വെച്ച് അവർ പറഞ്ഞു നാളെ അവനെ കൊല്ലാം. ആരെ? ശിംശോനെ നാളെ കൊല്ലാം. സ്വർഗത്തിൽ ദൈവം ചിരിച്ചു കാണും. നാളെയല്ലേ കൊല്ലുന്നേ? സ്തോത്രം. അതെ, ഒരു രാത്രി എനിക്ക് വേണ്ടി പ്രവർത്തിക്കാനുണ്ട്. നാളെയല്ലേ കൊല്ലുന്നേ? ഒരു രാത്രി എനിക്ക് വേണ്ടി പ്രവർത്തിക്കാനുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ദൈവത്തിന് നിന്റെ ഡേ ഡ്യൂട്ടി ചെയ്യുന്നതിനേക്കാൾ അപ്പച്ചന് ഭയങ്കര ഇഷ്ടമാണ് ആരുമില്ലാത്ത നൈറ്റ് ഡ്യൂട്ടി നിനക്ക് വേണ്ടി ചെയ്യുവാൻ. കാരണം അവൻ അർദ്ധരാത്രിയിലെ സ്നേഹിതനാണ്. അന്ന് രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോഴേക്കും ശിംശോൻ അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ദൈവം അവനെ തട്ടി ഉണർത്തി. ശിംശോൻ എഴുന്നേറ്റ് നേരത്തെ കമ്മിറ്റി കൂടിയ കൗൺസിൽ കൂടിയ ആ സിറ്റി ഗേറ്റിലേക്ക് കടന്നുപോയി. അല്ല, എത്ര പേർ വായിച്ചിട്ടുണ്ട് ശിംശോൻ ആ ഗേറ്റിനെ പൊളിച്ചെടുത്തെന്ന്? എത്ര പേർ വായിച്ചിട്ടുണ്ട്? വായിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിയാട്ടെ. യെസ്, അവൻ അവിടെ പോയി ആ ഗേറ്റിനെ, ആ സിറ്റി ഗേറ്റിനെ അവൻ പറിച്ചെടുത്തിട്ട് അവൻ നടന്നുപോയി. പറിച്ചെടുത്ത് ഏതോ കുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവൻ കടന്നുപോയി. ആ ഗേറ്റ് പറിച്ചെടുത്തിട്ട് അവൻ കടന്നുപോയി. അതിൻ്റെ പേരാണ് അഭിഷിക്തൻ. ആ ഗേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവന്മാർക്ക് പിറ്റേന്ന് കൗൺസിൽ കൂടാൻ പറ്റത്തുള്ളൂ. ഒരിക്കൽ കൂടാ ആ ഗേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പിറ്റേ ദിവസം അവന്മാർക്ക് കൗൺസിൽ കൂടാൻ പറ്റത്തുള്ളൂ. ആ ഗേറ്റിലാണ് അവർ കൂടുന്നത്. ആ ഗേറ്റിലാണ് അവർ കമ്മിറ്റിയും കൗൺസിലും ഒക്കെ കൂടുന്നത്. അർത്ഥം, അഭിഷിക്തനാണോ ശത്രുവിന്റെ കമ്മിറ്റി അവൻ പിരിച്ചുവിട്ടിരിക്കുന്നു. ശത്രുവിന്റെ ആലോചനകളെ, മാഞ്ചസ്റ്ററിലെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പിരിച്ചുവിട്ടിരിക്കുന്നു. Come on, കൈയടിക്കുന്നേ, നേരെ കൈയടിക്ക്. ശത്രുവിന്റെ സകല ആലോചനകളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിരിച്ചുവിട്ടിരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ജനം വന്ന് നോക്കുമ്പോഴേക്കും അവിടെ ഗേറ്റില്ല. യെസ്, സ്തോത്രം. ശിംശോനെ കൊല്ലാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, അവന്റെ ഗേറ്റിന്റെ പരിപാടിയെ തകർത്ത് കളഞ്ഞ. സ്തോത്രം. ഗേറ്റിനെ, സ്തോത്രം, ശിംശോൻ പറിച്ചെടുത്ത് കൊണ്ടുപോയി. അർത്ഥം, നിന്നെ തകർക്കാൻ, നിനക്ക് രോഗം വരുത്താൻ, നിനക്ക് മാരക രോഗങ്ങൾ വരുത്താൻ, നിനക്ക് ആക്സിഡന്റ് വരുത്താൻ, നിന്റെ തലമുറകളെ ബാധിക്കാൻ ഒക്കെ സാത്താൻ അവന്റെ പാതാള ഗോപുരങ്ങളെ ഗേറ്റിൽ, അവന്റെ പാതാളത്തിന്റെ വാതിലുകളിൽ അവൻ, സ്തോത്രം, പ്രോഗ്രാം സെറ്റ് ചെയ്തെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ശിംശോനേക്കാൾ ശക്തൻ, ശിംശോനേക്കാൾ ശ്രേഷ്ഠൻ, ശിംശോനേക്കാൾ ഉന്നതൻ പാതാള ഗോപുരങ്ങളെ തകർത്ത് മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഞാനിങ്ങനെ പറഞ്ഞിട്ടേ നിൽക്കുക. നീ എഴുന്നേറ്റെന്ന് ദൈവത്തെ ആരാധിക്കുക. എഴുന്നേറ്റെന്ന് ദൈവത്തെ ആരാധിക്കുക. കരങ്ങൾ അടിക്കേണ്ടവർ കരങ്ങൾ അടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവിനെ ആരാധിച്ചാട്. 2 കരങ്ങൾ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ ആരാധിച്ചാട്. യേശുവിന്റെ നാമത്തിൽ കമാൻ കരങ്ങളെ ചേർത്തടിച്ച്. കർത്താവ് യേശു ക്രിസ്തു പാതാളത്തിന്റെ വാതിലുകളെ കർത്താവ് യേശു ക്രിസ്തു തകർത്ത് കളഞ്ഞു. ഞാൻ നിർത്തി. ലാസ്റ്റ് സെന്റൻസ്, look at me. സ്തോത്രം. അതെ, പാതാള വാതിലുകളെ തകർത്തവൻ ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് ആ താക്കോലുകൾ, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നമുക്ക് തന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിങ്ങളുടെ എല്ലാവരുടെയും ഉണ്ടാവും.
സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിങ്ങൾ എല്ലാവരും 24 മണിക്കൂർ ആ താക്കോൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എല്ലാവരുടെ കയ്യിലുണ്ട്. കാര്യം എന്താണ്? ഏത് നേരത്തും എവിടെ വെച്ചും ഏതവനെയും സ്തോത്രം ഇരുട്ടിന്റെ രാജ്യത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് സുവിശേഷം പറഞ്ഞ് കയറ്റി വിടുവാൻ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കർത്താവ് നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞു. Of the kingdom of God, it's very common in the church. God has hand over, Jesus Christ has hand over the key of the kingdom of God to every believer. At any time they can share the gospel and transfer every dead soul. That means every ungodly people, every heathen, every non-saved people, person can be transferred from the hell to the heavens through by sharing the gospel. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിമിത്തം ആർക്കും ആരെയും ഏത് നേരവും സ്വർഗത്തിലേക്ക് കയറ്റി വിടുവാൻ തക്ക കഴിയും, പ്രൊവൈഡഡ് അവൻ രക്ഷിക്കപ്പെട്ടാൽ. പക്ഷെ രണ്ടാമത് വേറൊരു താക്കോലുണ്ട്. അതിന്റെ പേരാണ് സ്തോത്രം ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ. The key of household of David. Second key, the key of the household of David. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ. ദാവീദ് എന്ന് പറയുന്ന രാജാവാണ്. അവൻ്റെ സ്റ്റോർ ഹൗസിൽ 10,000 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആവശ്യമുള്ളപ്പോൾ മാത്രം ആ താക്കോൽ തിരിക്കുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ 24/7 എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ whenever there is a need, ആവശ്യമുള്ളപ്പോൾ മാത്രം കർത്താവ് ആ താക്കോൽ ഉപയോഗിക്കുന്നു. പക്ഷെ മൂന്നാമത് വേറൊരു താക്കോലുണ്ട്, മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ. ആദ്യത്തെ താക്കോൽ എപ്പോഴും പ്രവർത്തിക്കുന്നു, രണ്ടാമത്തെ താക്കോൽ ആവശ്യമുള്ളപ്പോൾ മാത്രം പ്രവർത്തിക്കുന്നു. വേറൊരു ടീച്ചിങ് ആണ്, എനിക്ക് നേരമില്ല അത് എക്സ്പ്ലെയിൻ ചെയ്യാം. മൂന്നാമത്തെ താക്കോൽ മരണത്തിന് പാതാളത്തിന്റെ താക്കോൽ. പക്ഷെ മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ കർത്താവ് ആർക്കും കൊടുക്കത്തില്ല. അവൻ തൻ്റെ കയ്യിൽ അത് വെച്ച് തൻ്റെ കയ്യിൽ വെച്ചിട്ട് അവൻ പറഞ്ഞത്, മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എൻ്റെ കയ്യിലിരിക്കുന്നു. ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. In the name of Jesus. ശത്രുവിന് ഒരിക്കലും മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ യേശുവിന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. Come on, in the name of Jesus. In the name of Jesus. സ്വർഗരാജ്യത്തിന്റെ താക്കോലാണ് ഇവാഞ്ചലിസം ചെയ്യുന്ന ഒരു സഭയുടെ മേൽ കർത്താവ് വെച്ചിരിക്കുന്നത്. രണ്ട് കരങ്ങളെ ഉയർത്തിയാട്ടെ, കണ്ണുകൾ അടച്ചാട്. ഇന്ന് പകൽക്കാലം ഞാൻ നിർത്തി. താങ്ക് യു ലോർഡ്. ആയ ഇമ്പാർട്ടേഷൻ ദൈവകൃപയാൽ ഇപ്പോൾ സംഭവിക്കുകയാണ്. ഓൾ ചിൽഡ്രൻ റേസ് യുവർ ഹാൻഡ്സ്, റേസ് യുവർ ബോത്ത് ഹാൻഡ്സ്, റേസ് യുവർ ബോത്ത് ഹാൻഡ്സ്, റേസ് യുവർ ബോത്ത് ഹാൻഡ്സ്. താങ്ക് യു ലോർഡ്. ദ കിങ്ഡം, ദ കീ ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്, ദ കീ ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്, ദ കീ ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. Receive it right now in the name of Jesus. Come on, open your mouth and pray in the Holy Spirit. Open your mouth and pray in the Holy Spirit. Open your mouth and pray in the Holy Spirit. Louder, louder, louder. Rakamanar ha sajnadiyam dhalana bahuriyam sajnadiyam dhalaniyam si rosambana brahmashata janadiya shakha jagadara bhavsha. രണ്ട് കരങ്ങൾ ഉയരട്ടെ. Father, in the name of Jesus. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഈ സന്ധ്യാസമയത്ത് ഈ ജനത്തെ, ഈ സഹോദരന്മാരെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ താക്കോൽ കൂട്ടം ഇപ്പോൾ തന്നെ ഈ പട്ടണത്തെ തുറക്കാനുള്ള അധികാരം, വംശങ്ങളെ തുറക്കാനുള്ള അധികാരം, ജാതികളെ തുറക്കാനുള്ള അധികാരം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തിലേക്ക് ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അധികാരം, സുവിശേഷീകരണത്തിന്റെ അധികാരം വിശ്വസിക്കുന്ന ഈ ജനത്തിന്മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കപ്പെടട്ടെ. ശക്തിയോടെ അവിടെ നിന്ന് പ്രയോജനപ്പെടട്ടെ. ആത്മാക്കൾ രക്ഷിക്കപ്പെടട്ടെ. കൂട്ടമായി സ്നാനപ്പെടട്ടെ. മലയാളികൾ മാത്രമല്ല, വിവിധ ഭാഷക്കാർ, വിവിധ വർഗക്കാർ ദൈവകൃപയാൽ രക്ഷിക്കപ്പെടട്ടെ. കൂട്ടമായി സ്നാനപ്പെടട്ടെ. അനേക രാജ്യങ്ങൾക്ക് ഈ പ്രിയപ്പെട്ടവർ അനുഗ്രഹമാകട്ടെ. എത്രത്തോളം കരങ്ങൾ ഉയർത്താൻ മാത്രത്തോളം കരങ്ങളെ ഉയർത്തി, ശബ്ദമുയർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് പ്രാപിച്ചതിന്, പ്രാർത്ഥിച്ചതിന്
ലാഖവന ഹാതലന ബഹുനിയാം സജനാദിയാച്ച. രണ്ട് കരങ്ങൾ 2 minutes. Open our mouth and pray in the Holy Spirit. The key is over you. The key is in your hand. ആ താക്കോൽ നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞു. ആ താക്കോൽ നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞു. ആ താക്കോൽ നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞു. Boldness to share the gospel. സുവിശേഷം ധൈര്യമായി പറയേണ്ട താക്കോൽ നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞു. The boldness to share the gospel with the punch of the Holy Spirit, with the fire of the Holy Spirit, with the revelation of the word of God. Come on, lift your hands and open your mouth and praise Him. Praise Him, praise Him, praise Him. Come on, ശക്തിയോടെ. La kamana hasina rahuniyam sajana.